ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും നമ്മളുടെ ഈ ഒരു ഫാമിലി മീറ്റിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. എന്റെ പേര് സുഷിത, എറണാകുളം ജില്ലയിൽ കോതമംഗലത്ത് നിന്നാണ് സംസാരിക്കുന്നത്. നമുക്ക് വളരെ കുറച്ച് നമ്പേഴ്സ് ആയിട്ടുള്ളൂ അല്ലെ, 50 പേര് പോലും ആയിട്ടില്ല നമ്മുടെ മീറ്റിംഗിൽ. അപ്പോൾ എത്രയും വേഗം നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് മാക്സിമം ആളുകളെ പങ്കെടുപ്പിക്കുക. കാരണം ഇന്നത്തെ സബ്ജക്റ്റിന്റെ ഒരു പ്രാധാന്യം അത് ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. അത്രയും റെലവെന്റ് ആയിട്ടുള്ള ഒരു പോയിന്റിനെ കുറിച്ചിട്ടായിരിക്കും ഇന്ന് സംസാരിക്കുന്നുണ്ടാവാം. ഓക്കെ, അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാം. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിലും ബിസിനസ്സിലും എല്ലാം ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് അല്ലെ. ഒരുപാട് നെഗറ്റീവ്സും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ അതിനെല്ലാം തരണം ചെയ്ത് മുന്നേറുന്നവർ മാത്രമേ ജീവിതത്തിലാണെങ്കിലും എന്തൊരു കാര്യത്തിലാണെങ്കിലും വിജയിക്കുന്നുണ്ടാവുള്ളൂ. പ്രശ്നങ്ങളിൽ തളർന്നു പോകാതെ ഊർജം നേടിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടാവും. നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് ഊർജം നേടാനുള്ള ഒരു വഴിയാണ് നമ്മളുടെ ഈ ഒരു മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. ഫിസിക്കൽ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവും, പക്ഷേ നമ്മളുടെ ഈ ഒരു ടീമിൽ ഒരു 80% വ്യക്തികളും ഈ ഒരു സൂം പ്ലാറ്റ്ഫോം വഴിയാണ് ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം മാക്സിമം നിങ്ങളോടൊപ്പം വന്നിരിക്കുന്നവർ ഈ ഒരു മീറ്റിംഗിൽ അവരുടെ ഒരു പ്രാതിനിധ്യം ഉറപ്പ് വരുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ്സിൽ നല്ലൊരു ഗ്രോത്ത് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു സബ്ജക്ട് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമുക്ക് എല്ലാവർക്കും നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ വന്നു, പക്ഷെ നമ്മുടെ കൂടെ ആളുകൾ വരുന്നില്ല. വന്ന ആളുകൾ ഈ ഒരു ബിസിനസ് പല കാരണങ്ങൾ കൊണ്ട് നിർത്തി പോകുന്നു. പ്രോഡക്റ്റ് വാങ്ങാൻ പൈസ ഇല്ല, അല്ലെങ്കിൽ അവര് ആരോടെങ്കിലും ബിസിനസ് പറയുമ്പോൾ നെഗറ്റീവ് കേൾക്കുമ്പോൾ ബിസിനസ് നിർത്തി പോകുന്നവരുണ്ട്. കൂടെ ആളുകൾ ജോയിൻ ചെയ്യാത്തതുകൊണ്ട് ബിസിനസ് നിർത്തി പോകുന്നവരുണ്ട് അല്ലെ. അങ്ങനെ ഒരുപാട് പേര് ബിസിനസ്സിൽ വരുന്നു, പക്ഷെ നിലനിൽക്കുന്നില്ല. അപ്പൊ നല്ലൊരു നെറ്റ്വർക്ക് ക്രിയേഷൻ എങ്ങനെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും, അവരെ എങ്ങനെ ഈ ഒരു ബിസിനസ്സിൽ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ നമ്മുടെ ടീമിന് വേണ്ടിയിട്ട് ഡെപ്ത് ഡ്രൈവിംഗ് എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ടീമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഡെപ്ത് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഡെപ്തിൽ ബിസിനസ് അവരെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ ഡെപ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റും, PV ഹണ്ടിങ് എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും, അതായത് PV എങ്ങനെ നമുക്ക് അവിടെ കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും, ഓരോ ക്വാളിഫിക്കേഷൻ എങ്ങനെ നടത്തിയെടുക്കാൻ സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഈ ഒരു 4 പോയിന്റിനെ കുറിച്ചിട്ടും തന്റെ എക്സ്പീരിയൻസോട് കൂടി നമ്മളോട് സംസാരിക്കുന്നത് മറ്റാരുമല്ല, നമ്മൾക്ക് എല്ലാം അറിയാം, നമ്മളുടെ പ്രിയപ്പെട്ട ഷാജി മീത്തൽ സാറാണ്. ഈ ഒരു സബ്ജക്ട് വളരെ തന്റെ എക്സ്പീരിയൻസോട് കൂടിയിട്ടായിരിക്കും സാർ പറയുന്നുണ്ടാവുക. കാരണം അത് ചെയ്ത് വിജയിച്ച് വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. നമുക്ക് എല്ലാം അറിയാം, കണ്ണൂർ സ്വദേശിയാണ്. ഇപ്പോൾ ഫാമിലിയോടൊപ്പം ദുബായിൽ സെറ്റിൽഡ് ആണ്. തന്റെ ജോലി റിസൈൻ ചെയ്ത് തന്റെ ഇടത്തോടു കൂടി ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നു. ഇന്റർനാഷണൽ ക്രൗൺ ഡയറക്ടറായിട്ട് 8 തരത്തിലുള്ള വരുമാനം ഏൺ ചെയ്ത് 9ാമത്തെ വരുമാനത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഷാജി മീത്തൽ സാറിനെ ഞാൻ ഈ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സർ, പ്ലീസ് വെൽക്കം. താങ്ക് യു സുഷിത. അടിപൊളി പവർഫുൾ ആയിട്ടുള്ള MC ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി 84 പേരായി, 100 പേരാകുമ്പോൾ എനിക്ക് ഇച്ചിരി എനർജി കൂടും. അപ്പോൾ നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ബാക്കിയുണ്ടെങ്കിൽ ഇൻവൈറ്റ് ചെയ്യുക. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ 150 ആവും. നിങ്ങൾ കുറച്ചും കൂടെ ആൾക്കാരൊന്ന് വീഡിയോ ഓണാക്കാവോ? കാരണം ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ദഹിക്കുന്നുണ്ടോ കൂടെ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഡോസ് കുറക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകും, നിങ്ങൾ കേട്ട് പോകും. ഓക്കെ, പറ്റാവുന്ന ആൾക്കാർ എല്ലാവരും വീഡിയോ ഓണാക്കും. നമുക്ക് പരിചയപ്പെടണ്ടേ, നിങ്ങളെല്ലാവരും അറിയണ്ടേ. ഇന്ന ആൾക്കാർ എൻ്റെ ടീമിലുണ്ട്, നമ്മുടെ ടീമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ടാണ്. വണ്ടി ഓടിക്കുന്ന ആൾക്കാർ കുഴപ്പമില്ല, വീഡിയോ ഓഫ് ആക്കിക്കോട്ടോ. സൂക്ഷിച്ച് വണ്ടി ഓടിക്കുന്ന ആൾക്കാർ വീഡിയോ ഓഫ് ആക്കിക്കോ. ഓക്കെ, പറ്റാവുന്ന ആൾക്കാരെല്ലാം വീഡിയോ ഓൺ ആക്കട്ടെ. നമ്മൾ ഫാമിലി മീറ്റാണ്, 9 മണിക്കാന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് പല ഗ്രൂപ്പുകളിൽ ലിങ്ക് പോലും പോയിട്ടില്ല. ഞാൻ നോക്കിയപ്പോൾ ലിങ്ക് കണ്ടിട്ടുണ്ട് ചില ഗ്രൂപ്പുകളൊക്കെ. ഒരു 3-4 ഗ്രൂപ്പിൽ ഇതുവരെ ഇന്ന് ടീം മീറ്റിന്റെ ലിങ്ക് വന്നിട്ടില്ല. എനിക്കൊന്ന് ആ ഗ്രൂപ്പിൽ ഒരുപാട് ലീഡേഴ്സൊക്കെ ഉള്ള ഗ്രൂപ്പാണ്. ആരും പോലും അത് ശ്രദ്ധിച്ചിട്ടില്ല. ഞാനും പിന്നെ അത് കണ്ടിട്ട് ഇടാതിരുന്ന. ഓക്കെ, കാരണം ഞാൻ ഇടുന്നതുകൊണ്ട് എല്ലാവരും സാർ ഇടുമല്ലോ എന്ന് വെച്ച് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ സമയം നോക്കിയപ്പോൾ ഈ മീറ്റിംഗ് ലിങ്ക് ഓപ്പൺ ആക്കുന്ന രംഗത്ത് ലിങ്ക് ഉണ്ടായിരുന്നില്ല. എല്ലാവരും ചെക്ക് ചെയ്യുക. നിങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഇന്നത്തെ സൂം മീറ്റിങ്ങിന്റെ ലിങ്ക് വന്നിട്ടുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ ഒന്ന് ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്ത് ചിലരോടും കയറാൻ പറയട്ടെ. നമ്മൾ 150-ൽ കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന ഫാമിലി മീറ്റ് നടക്കുന്നതാണ്. ഓക്കെ, എല്ലാവരും നിങ്ങളുടെ മെമ്പേഴ്സ് ഉണ്ടോ, നിങ്ങൾ കൂടെ ഒരാളെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയും കൂടി ഇതിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഞാൻ ഇന്നത്തെ സെഷൻ എന്ത് ചെയ്യേണ്ടതെന്ന് എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു. ഞാൻ സുഷീതയോട് ചോദിച്ചു ഇന്നത്തെ സെഷൻ MC സുഷീത ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടാകുമ്പോൾ MC ചെയ്താമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ സുഷീത പറഞ്ഞു ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരണം എന്നാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കട്ടെ എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമെന്ന് നോക്കാം. എനിവേ 100 ആയി. ഇപ്പോൾ ഒരു എനർജി. ഇനി 100 ആയെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാരൊന്ന് വീഡിയോ ഓണാക്കുക. പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഓണാക്കുക കേട്ടോ. എനിക്ക് അറിയാത്തത് കൊണ്ടാണ്, നിങ്ങളൊക്കെ നമ്മുടെ ടീമിലുള്ള ആൾക്കാരെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്.
പുതിയ ആൾക്കാരൊക്കെ അന്ന് വീഡിയോ ഓൺ ആക്കും. എനിക്ക് നിങ്ങളൊന്ന് അറിയണം. ഓക്കെ. ഇനിവേ നമ്മൾ ഈ ബിസിനസ്സിൽ പല ആൾക്കാരും വന്നിട്ടുണ്ടാവാം, ജോയിൻ ചെയ്തിട്ടുണ്ടാവാം, ഐഡിയ എടുത്തിട്ടുണ്ടാവാം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതും എനിക്കറിയത്തില്ല. ഒന്ന് ഇമ്പോർട്ടൻസ് ഞാൻ എങ്ങനെ തുടങ്ങാം, നമുക്ക് ഇത് എങ്ങനെയാണ് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക. നമ്മുടെ ബിസിനസ് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സാണ്. പിന്നെ ഇതിലുള്ളത് നല്ല ഈ ബിസിനസ് നിന്ന് നമുക്ക് ലൈഫ് ലോങ് നിന്ന് പോകേണ്ട ഒരു ബിസിനസ്സാണ്. ജീവിതകാലം മുഴുവൻ വരുമാനം വാങ്ങിക്കേണ്ട ഒരു ബിസിനസ്സാണ്. അല്ല, നമ്മളിന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പം എല്ലാവരും വരുമാനം ആഗ്രഹിച്ച് വരാറുണ്ട്, എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് പോവാറുള്ളത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ പൈസയൊക്കെ കൊടുത്തൊരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇത് നിലനിന്ന് പോവോ നമുക്കറിയത്തില്ല. എന്നാലും നമ്മൾ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ടാണ് പല ആൾക്കാരും ബിസിനസ് ചെയ്യുന്നുണ്ടാവുക. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും അവർക്കൊരു വിശ്വാസം ഉണ്ടാകത്തില്ല, ഇത് അധികകാലം ഉണ്ടാവുമോ, പൊട്ടിപ്പോകുമോ എന്നുള്ള പേടിയിലായിരിക്കും പല ആൾക്കാരും പല ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക. പൊട്ടിപ്പോകുമെന്ന് അറിഞ്ഞാൽ പോലും ചില ആൾക്കാർ നമ്മൾ എന്തെങ്കിലും അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് അത് തിരിച്ചു പിടിക്കാനുള്ള ബിസിനസ് ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അല്ലെ, അങ്ങനെയൊക്കെയാണ് പല ആൾക്കാരും പല കമ്പനികളിലും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും പല ആൾക്കാരും കയ്യിലുള്ള പൈസ കളഞ്ഞുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇനി ഇതിൽ ഞാൻ ആദ്യം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും. ആർക്കെങ്കിലും കുറച്ച് ആൾക്കാർക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഇടക്കൊന്ന് ചോദിക്കാൻ ഞാൻ അങ്ങോട്ടാക്കി തരാം, ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ. ഓക്കെ, ഹോസ്പിറ്റലിന് കുഴപ്പമില്ല. ഇവിടെ നമുക്ക് ആദ്യം ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്താണ്? ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ബിസിനസ്സിൽ. പല ആൾക്കാരും വന്ന ഉടനെ എനിക്കിത് എങ്ങനെയാണ് വരുമാനം കിട്ടുക, അല്ലെ, നമ്മളെ കൂടെ ആരെങ്കിലും ജോയിൻ ചെയ്തു അവർ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴാണ് വരുമാനം കിട്ടുക, ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷനിലുണ്ട്. പല ആൾക്കാരും വരുന്നതും അങ്ങനെ തന്നെയാണ്. എൻ്റെ കൂടെ ആരെങ്കിലും വന്നാലല്ലേ എനിക്ക് വരുമാനം കിട്ടത്തുള്ളൂ, എൻ്റെ കൂടെ വന്നിരിക്കുന്ന ആൾക്കാർ സാധനങ്ങൾ വാങ്ങിച്ചാലല്ലേ എനിക്ക് വരുമാനം കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് കോണ്ടാക്ട്സ് കുറവാണ്, അതുകൊണ്ട് ആൾക്കാരെ ഇത് കോണ്ടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും എക്സ്ക്യൂസസുകളാണ് നമ്മൾ പല ആൾക്കാരും ഈ ബിസിനസ് പറയാറുള്ളത്. നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടല്ല, നിങ്ങളെ ആരെയും പ്രോബ്ലം അല്ല, പരാതിയല്ല, എല്ലാവർക്കും ഇത് തന്നെയാണ് പ്രശ്നം. ഇവിടെ ഇരിക്കുന്ന എനിക്കായാലും സുരേഷ് സാറിനായാലും സുഷിതക്കായാലും ഇതിൽ വിജയിച്ചിരിക്കുന്ന ഓരോ വ്യക്തികൾക്കായാലും അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ബിസിനസ്സിൽ ആദ്യം വന്നിരിക്കുന്നത്. ഇവൻ ഞാനടക്കം ഇതിൽ ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതിലേക്ക് ആൾക്കാരെ കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യം. ഇപ്പം എനിക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ സമയമില്ല, ഞാനിപ്പം ജോയിനിങ് നടത്തലും കുറവാണ്, എനിക്ക് പറ്റുന്നില്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത് ആദ്യത്തെ കുറച്ച് മാസം മാത്രമേ നമ്മൾക്ക് ഇതിൽ ഒരു സ്ട്രഗിൾ മാസമുള്ളൂ, ഒരു ബുദ്ധിമുട്ടുള്ള മാസമുള്ളൂ. അത് 3 മാസമാണ് അതിൻ്റെ ആ ഒരു സ്ട്രഗിൾ പീരീഡ്. കേട്ടോ, 3 മാസം നിങ്ങൾ തുടർച്ചയായിട്ട് ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രഗിൾ മാറിയിട്ടുണ്ടോ, കുറച്ചൊക്കെ മാറിയിട്ടുണ്ടോ. കേട്ടോ, 3 മാസം തുടർച്ചയായി ബിസിനസ് കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയോടുള്ള ട്രസ്റ്റ്, വിശ്വാസം വരുന്നുണ്ടോ, ക്ലിയർ ആകുന്നുണ്ടോ? അല്ല, 3 മാസം തുടർച്ചയായി ഈ ബിസിനസ് ചെയ്ത ആൾക്കാർക്ക് ആർക്കെങ്കിലും, ഈ കമ്പനിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ആർക്കെങ്കിലും, ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുള്ള ആർക്കെങ്കിലും ഈ വെസ്റ്റീജ് കമ്പനിയെ വിശ്വാസമില്ലാന്ന് തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? 3 മാസം തുടർച്ചയായി വെസ്റ്റീജിൽ ഉണ്ടായിട്ട് ഇതുപോലത്തെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇതിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച ഒരാൾക്ക് പോലും ഈ കമ്പനിയോട് വിശ്വാസം ഉണ്ടാവാതിരിക്കത്തില്ല. 100% അവർ ഈ കമ്പനിയെ വിശ്വസിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം അതാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഇതിൽ കുറെ പുതിയ ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പേര് കാണുമ്പോൾ ഞാൻ ഇതുവരെ കാണാതെ പേരൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് കൺഫ്യൂഷൻ. അവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. എനിവേ, ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും 9 മണിക്ക് ലിങ്ക് ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ പുതിയ ആൾക്കാർ കയറി വന്നിട്ടുണ്ടാവുക. കേൾക്കാൻ സാധിക്കുവാണെങ്കിൽ നമ്മൾ പറയുന്നത് മനസ്സിലാക്കുക. അല്ലാത്ത ആൾക്കാർ നിങ്ങൾ അടുത്ത പ്രാവശ്യം കേൾക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. കേട്ടോ, ഇത് നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് പല ആൾക്കാർക്കും പല ക്ലാസ്സുകളും കിട്ടുന്നുണ്ട്. ചില ദിവസം നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ അടുത്ത ക്ലാസ്സിൽ പ്രതീക്ഷിക്കുന്ന ആൾക്കാരെ കൂടുതലുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇന്ന് ഞാനിങ്ങനെ പറയുന്നത്. എപ്പോഴും നമ്മൾ ആദ്യം ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു വെസ്റ്റീജ് കമ്പനിയെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഈ ഒരു അവസരത്തെ 100% ആദ്യം വിശ്വസിക്കാനാണ് ആദ്യം ശ്രമിക്കണം. ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ഒരാൾ പോലും നെഗറ്റീവ് പറഞ്ഞ് തളർത്തുമ്പോൾ സമയത്ത് പോലും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യം കിട്ടത്തുള്ളൂ. അല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരാൾ തളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത്, അത് ശരിയായിരിക്കുമല്ലേ, അങ്ങനെ ആയിരിക്കും അല്ലേ. ചില ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്, ഇത് കമ്പനിയൊക്കെ നല്ലതാണ്, ആദ്യമൊക്കെ കുറച്ച് പൈസ കിട്ടും, പിന്നെ പൈസ കിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ശരിയായിരിക്കും, ആദ്യം പൈസ എനിക്ക് കിട്ടിയിട്ടുണ്ട്, 100 രൂപ കിട്ടിയിട്ടുണ്ട്, 200 കിട്ടിയിട്ടുണ്ട്, പിന്നെ കിട്ടത്തില്ല, നമ്മളെല്ലാം വിശ്വസിച്ച് പോകുന്ന ആൾക്കാരുണ്ടോ. ആദ്യം ഇതിൽ 100% നിങ്ങൾക്ക് വെസ്റ്റീജിനെ 100% വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈ കമ്പനിയിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കാര്യം. അത് നിങ്ങൾ ആദ്യം വിശ്വസിക്കണം. അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ആ ടെൻഷൻ അങ്ങ് മാറിക്കിട്ടുണ്ടോ.
അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് കാര്യം. നമ്മളിതിനെ ഈ ബിസിനസ്സിനെ ട്രസ്റ്റ് ചെയ്യുക, വിശ്വസിക്കുക എന്നുള്ളത്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്നത്. കാരണം അതിലുണ്ടെങ്കിൽ മാത്രമേ ബാക്കിയെല്ലാം നടക്കത്തുള്ളൂ. ഓക്കെ, അതാണ് ഇതിൽ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ഇതിൽ 5 ലക്ഷം രൂപ മാസം വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്ന, അത് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. നിങ്ങൾക്ക് അറിയാം അല്ലെ, നമുക്ക് അറിയാവുന്ന ആൾക്കാർ ഇതിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിലുള്ള പല ആൾക്കാർക്കും അറിയുന്ന ആൾക്കാർ ഇത് 5 ലക്ഷവും 10 ലക്ഷവും 13 ലക്ഷമൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കാൻ സാധിക്കും. ഇത് പ്രൂവ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്, നമ്മളെപ്പോലെ തന്നെ മനുഷ്യർ തന്നെ അവരിത് വർക്ക് ചെയ്തിട്ടാണ് ഇതിൽ വിജയിച്ചത്. 1,68,00,000 രൂപ വരുമാനം വാങ്ങിച്ച വ്യക്തിയും ഇതുപോലെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അറിയാം. സിദ്ധാർത്ഥ് സിംഗ് എന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ വൈഫ് ഹോസ്പിറ്റലിൽ ഡെലിവറി ആയി കിടക്കുന്ന സമയത്ത് പ്ലാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലങ്ങളിൽ പോയി പ്ലാൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ആൾക്കാർ വിളിക്കുന്നു, പ്രസവിച്ച് കുട്ടി എന്ന് പറഞ്ഞ സമയത്ത് പോലും ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് വിട്ട ആൾക്കാരാണ്. പ്ലാൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല അദ്ദേഹം. അതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തിന് 1,68,00,000 രൂപ വരുമാനമായതും. അദ്ദേഹത്തിന്റെ വൈഫിന്റെ അമ്മയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനത്തെ ആൾക്കാരാണോ കല്യാണം കഴിപ്പിച്ച് കൊടുത്തിട്ട് വീട്ടിൽ പോലും വരാതെ ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ബിസിനസ്സിൽ ചില ആൾക്കാർ ചെറിയ ചെറിയ നിസ്സാരമായ എക്സ്ക്യൂസസ് പറഞ്ഞിട്ടാണ് ഈ ബിസിനസ് മാറി നിൽക്കുന്നുണ്ടാവും. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിന്റെ വാല്യൂ അറിയാത്തത് കൊണ്ടാണ്. ഇവിടെ ഒരാൾ പോലും ഒരു 10 ലക്ഷം രൂപയോ 20 ലക്ഷം രൂപയോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മക്കളുടെ എക്സാം ഒന്നും പറഞ്ഞിട്ട് മാറി നിൽക്കത്തില്ല. അമ്പലത്തിലെ പ്രോഗ്രാമോ പള്ളിയിലെ പെരുന്നാളോ കൂട്ടുകാരൻ്റെ കല്യാണമോ ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടും ആ ബിസിനസ് മാറി നിൽക്കത്തില്ല അല്ലെ. മക്കളുടെ എക്സാം എന്നിട്ട് ആരും കടകളൊന്നും അടച്ചു പൂട്ടാറില്ല, എല്ലാവരും അത് ഭംഗിയെ നടക്കാറുണ്ടല്ലേ. ഇവിടെ നിങ്ങൾക്ക് ഈ വാല്യൂ തിരിച്ചറിയണമെങ്കിൽ, ഈ ബിസിനസ്സിന്റെ ഈ വില തിരിച്ചറിയണമെങ്കിൽ, 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപ അത് കിട്ടും എന്ന് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ആ ഒരു പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള ബിസിനസ് പോലെ ചെയ്യണം. എന്നാലേ നിങ്ങൾ അതിന് സമയം കണ്ടെത്തുള്ളൂ. ഒരു ജോലി ചെയ്യുന്ന അതേ ഫീലിങ്സ് വർക്ക് ചെയ്തിട്ടുള്ളൂ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എഫേർട്ട് ഇതിനായിട്ട് എടുക്കുന്നുണ്ട്. ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ലീവ് എപ്പോഴാണ് കിട്ടുക, അല്ല ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം നിങ്ങൾക്ക് എപ്പോഴാണ് ലീവ്, നമ്മൾ അടുത്ത ലീവ് എപ്പോഴാണ് കലണ്ടറിൽ നോക്കിയിരിക്കുന്ന ആൾക്കാർ, നമ്മളെല്ലാ ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ. ഞായറാഴ്ച വരാൻ അല്ലെങ്കിൽ ശനിയാഴ്ച വരാൻ കാത്തിരിക്കുന്ന ആൾക്കാരല്ലേ. ജോലി ചെയ്യുന്ന ആൾക്കാരൊന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾ എന്താണ് അവിടെ ചിന്തിക്കുക, അടുത്ത ലീവ് എപ്പോഴാണ് വരിക, അല്ലെങ്കിൽ എപ്പോഴാണ് ശനിയാഴ്ച വരുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഞായറാഴ്ച വരുന്നത്. ഇതും കാത്തിരിക്കുന്ന ആൾക്കാരല്ല നമ്മളെല്ലാവരും. പിന്നെ നമ്മൾ കാത്തിരിക്കുന്നത് മാസം അവസാനം കിട്ടുന്ന ശമ്പളത്തിനാണ്. ആ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നെല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയല്ല. ഏതെങ്കിലും സ്ഥാപനത്തിൽ ഏതെങ്കിലും മുതലാളിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും മാനേജറുടെ ഏതെങ്കിലും സൂപ്പർവൈസറുടെ വാക്കുകൾ കേട്ട് അവരുടെ വാക്കുകളും വഴക്കുകളെല്ലാം കേട്ടിട്ടാണ് നമ്മളെല്ലാവരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതും. പക്ഷെ ഇന്ന് എല്ലാവർക്കും അത് തന്നെയാണ് വലിയ സംഭവമായിട്ട് തോന്നുന്നത്. ജോലി എന്നുള്ള കാര്യം അല്ലെങ്കിൽ ജോലിയിലൂടെ കിട്ടുന്ന ആ വരുമാനമാണ് ഇന്ന് എല്ലാവരും, ഇന്ന് ലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ സംഭവമായിട്ട് കാണുന്നത്. സ്വന്തം ബിസിനസ് കെട്ടിപ്പടുക്കാൻ അതിന് വേണ്ടി ഒരു 3 വർഷം മാറ്റിവെക്കാൻ ആരും തയ്യാറല്ല. പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ ഓക്കെ, അത് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഈ ബിസിനസ്സിൽ നിങ്ങളത് കാണാത്തത്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ബിസിനസ്സിന് ഇത്രയും ലൈഫായിട്ട് ചെയ്യുന്നതും ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നതും, 2 മേഖലയിലും എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വർഷങ്ങളോളം ഉണ്ട്. അതിലൊപ്പം തന്നെ കോടികൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ബിസിനസ് ചെയ്ത എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള, ഞാൻ ഇന്നേ വരെ ഈ പ്രായത്തിൽ കണ്ടിരുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയും ആർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയായിട്ടും ഞാൻ ഇതിനെ കാണുന്നു. ക്ലിയർ ആണല്ലോ. ഇതിൽ പല ആൾക്കാർക്കും ബിസിനസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും, പൈസ ഇല്ലാണ്ട് ചെയ്യാത്തത്. നല്ലൊരു ജോലി നല്ലൊരു വരുമാനം വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും, വിദ്യാഭ്യാസം കുറഞ്ഞുകൊണ്ടായിരിക്കും കിട്ടാത്തുണ്ടാവുക. ഒരു ലക്ഷറി ലൈഫ് ആഗ്രഹിക്കുന്നുണ്ടാവും, നമുക്കതിന് കപ്പാസിറ്റി ഇല്ലാതെ കൊണ്ടായിരിക്കും നമുക്ക് കിട്ടാത്തത്. ഇവിടെ ഞാൻ നിങ്ങളോട് പറയാണ്, ആർക്ക് വേണം, ഏത് ടൈപ്പിൽ ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾക്ക് ലക്ഷറി ലൈഫിൽ എത്താൻ സാധിക്കുന്ന ഒരേ ഒരു പ്ലാറ്റ്ഫോമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്. അതിൻ്റെ തിരിച്ചറിവാണ് ഇന്ന് ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ഈ ബിസിനസ് ചെയ്യുന്നുണ്ടോ. നിങ്ങൾ അങ്ങനെ അതിൻ്റെ ആ ഹാർഡ് വർക്കൊന്നും വേണ്ട, ഒരു ചെറിയൊരു സമയം നിങ്ങൾ ഈ ബിസിനസ്സിന് പ്രയോറിറ്റി കൊടുത്തിട്ട് ചെയ്തു നോക്കി. നിങ്ങളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ സുരേഷ് സാർ എഞ്ചിനീയറാണ്, അദ്ദേഹം വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. നിർമ്മല ചേച്ചി ജോലിക്ക് പോകുന്ന വ്യക്തിയാണ്. കുമാരി ചേച്ചി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിലുള്ള എല്ലാവരും, ഞാൻ പേര് വിളിച്ച് അശോകൻ ചേട്ടൻ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. എല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. നിങ്ങൾ എത്ര ബുദ്ധിമുട്ടുന്നുണ്ടാവും ആ സ്ഥലത്ത്, അവിടെ എത്ര സ്ട്രഗിൾ ഉണ്ടാവാറുണ്ട്. സമയത്തിന് പോകണം, സമയം ലേറ്റ് ആയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്, ലീവ് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്, ഇതെല്ലാം ഉണ്ടല്ലോ. ഇത്രയും ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടും നമ്മൾ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ ആരെങ്കിലും ഈ ബിസിനസ്സിന് വേണ്ടി ചെയ്യാറുണ്ടോ? നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? സമയം കണ്ടെത്തിയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കി?
കൂലിപ്പണിക്ക് പോകുന്ന സമയത്ത് പോലും പോയാലും അവിടെ എത്തിക്കഴിഞ്ഞാലും പണിയുണ്ടോ എന്ന് നമുക്കറിയത്തില്ല അല്ലേ. മഴ വന്നാൽ പണിയെടുക്കാൻ സാധിക്കില്ല, തിരിച്ചു പോകേണ്ടി വരും. ശരിയല്ലേ? ഞാനും പണിയെടുത്ത വ്യക്തിയാണ്, ഞാൻ നാട്ടിലൊക്കെ പണിയെടുത്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ പ്രായത്തിൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ മഴ ഉണ്ടെങ്കിൽ പണി എടുത്തിട്ടില്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഭയങ്കര സന്തോഷം. പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ ഒരു സിനിമ കാണാൻ പോകാൻ സന്തോഷമുണ്ടോ? കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരൊക്കെ അവസ്ഥ എങ്ങനെയല്ലേ? ലീവ് കിട്ടാൻ വേണ്ടി തന്നെ പണിക്ക് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, പക്ഷെ അവിടെ എത്തുന്നതിന് മുന്നേ തിരിച്ച് വരാനുള്ള ഇൻട്രസ്റ്റ് ആ കൂടുതലുണ്ടോ? സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലേ. ഇവിടെ ഞാൻ ഈ പറയുന്ന കാര്യം, നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എത്രയാണോ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണേ അതിൻ്റെ ഒരു 10% മതി ഈ ബിസിനസ്സിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എത്ര വേണമെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണോ? എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ടോ? ചെയ്യാറില്ല. എന്തുകൊണ്ടാണെന്നറിയും? ആരെങ്കിലും ഒന്ന് കളിയാക്കിയാൽ, ആരെങ്കിലും ഒന്ന് നിരുത്സാഹപ്പെടുത്തി കഴിഞ്ഞാൽ, ഇങ്ങനെ കുറേ പരിപാടികൾ ഉണ്ടെന്ന് പറയുന്ന സമയത്താണ് നമ്മളെ മനസ്സ് മാറുന്നതും നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് പോകുന്നത്. എന്നോട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ അപ്ലൈൻ ലീഡേഴ്സ് പറഞ്ഞു, അവർക്ക് 22 വർഷത്തെ എക്സ്പീരിയൻസുള്ള ലീഡേഴ്സ് ആയിരുന്നു ഈ ബിസിനസ്സിൽ എന്നെ കണക്ട് ചെയ്ത് എന്നെ പഠിപ്പിച്ചു തന്നത്. അവർ ഒരു കാര്യം പറഞ്ഞത് എനിക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുക. ഇഷ്ടപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഒരു 2 വർഷത്തേക്ക് വേണ്ടാന്ന് വെക്കാൻ സാധിക്കുമോ? എങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് വിജയിക്കാൻ വളരെ എളുപ്പമാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒരു 2 വർഷത്തേക്ക് സ്കിപ്പ് ചെയ്യാൻ സാധിക്കുമോ? എങ്കിൽ നിങ്ങൾ ബിസിനസ് സക്സസ് ആവും. നിങ്ങൾ ചിലപ്പോൾ ടി വി കാണുന്ന വ്യക്തിയായിരിക്കും. ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് ആ ചായയും കുടിച്ചുകൊണ്ട് ടി വി കാണുന്ന വാർത്തയൊക്കെ കാണിക്കുന്ന ആൾക്കാരായിരിക്കും. സിനിമ കാണുന്ന വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളി കാണുന്ന വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ പുറത്ത് കറങ്ങാൻ പോകുന്ന വ്യക്തിയായിരിക്കും, കുട്ടികളായിട്ട് ഫാമിലിയോടൊപ്പം ബീച്ചിലോ പാർക്കിലോ പോകുന്ന വ്യക്തിയായിരിക്കും. അത് നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്, അത് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിലൂടെ നിങ്ങൾ ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല. ചിലപ്പോൾ ഹസ്ബൻഡാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ വൈഫിന് എപ്പോഴും ആഗ്രഹമുണ്ടാവും ഫാമിലിയോടൊപ്പം കറങ്ങാൻ പോകാൻ വേണ്ടിയിട്ട്, അല്ല. അങ്ങനെ എനിക്കൊരു ഫാമിലി ഈ ബിസിനസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ദുബായിൽ. കാരണം ആ ഹസ്ബൻഡ് എപ്പോഴും വെസ്റ്റേജ് ബിസിനസ് ചെയ്യും, ജോലി കഴിഞ്ഞ് വന്നപാട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം, പുറത്ത് പോകത്തില്ല. അത് ഒഴിവാക്കാൻ വേണ്ടി, പുറത്ത് കറങ്ങാൻ വേണ്ടിയിട്ട് വൈഫ് ഹസ്ബൻഡിനോട് വെസ്റ്റേജ് ചെയ്യേണ്ടതിന് കളഞ്ഞിട്ട് പോയ ആൾക്കാരുണ്ട്. കറങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് ബിസിനസ് കളഞ്ഞ ആൾക്കാരുണ്ട്. കാരണം അവർ കാണുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു സുഖം, ഒരു ബീച്ചിൽ പോകുന്ന അല്ലെങ്കിൽ പാർക്കിൽ പോകുന്ന ഒരു സിനിമ കാണുന്ന ആ ഒരു എൻജോയ്മെൻ്റ് ആണ് അവരവിടെ കാണുന്നുള്ളൂ. ഞാൻ അന്ന് എൻ്റെ അപ്ലൈൻ പറഞ്ഞ ഒറ്റ കാര്യം, ഇഷ്ടപ്പെട്ട കാര്യം 2 വർഷത്തേക്കല്ല 5 വർഷത്തേക്ക് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പുതിയ ടി വി അങ്ങനെ തന്നെ കളഞ്ഞു ഉപയോഗിക്കാൻ. പുതിയൊരു ടി വി തുറന്നിട്ടേ ഇല്ല ഇതുവരെയായിട്ട്. വെസ്റ്റീജിൽ ജോയിൻ ചെയ്ത് അന്ന് ഞാൻ ഓഫാക്കിയ ടി വിയാണ്, ഇതുവരെ തുറന്നിട്ടില്ല. അത് പോയി, പുതിയ ടി വിയാണ് കേട്ടോ. അപ്പോൾ എന്താണ് അത്രയും ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഡ്രീംസിന് വേണ്ടിയിട്ടാണ്. അത് എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും തീവ്രമായ സ്വപ്നം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉണ്ടാവത്തില്ല. എനിക്ക് അങ്ങനെ അത്രക്കും കഠിനമായ സ്വപ്നമുണ്ട്. കാരണം ഒരുപാട് നഷ്ടങ്ങളും പരാജയങ്ങളും വന്ന വ്യക്തിയാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഫ്രണ്ട്സിൻ്റെ അടുക്കുന്ന ബന്ധത്തിൽ നിന്നൊക്കെ റിജക്ഷൻ കിട്ടിയ വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടോ എനിക്ക് ഒരിക്കലും ഇത് തിരിച്ചു പിടിക്കാനോ അവരെ മുന്നിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കാനോ സാധിക്കത്തില്ല. ചിലപ്പോൾ നിങ്ങൾക്കും പല ആൾക്കാർക്കും ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവായിരിക്കും. എൻ്റെ ഒരു എക്സ്പീരിയൻസിലൂടെ ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. ഒരു ജോലി ചെയ്ത് അതിലൂടെ വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് എനിക്ക് നഷ്ടപ്പെടുത്തി തിരിച്ചു പിടിച്ചുകൊണ്ട് വിജയിച്ച് കാണിച്ചു കൊടുക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം അത് മനസ്സിലാക്കിയ വ്യക്തിയാണ് ഞാൻ. കാരണം പിന്നെ ശമ്പളം വളരെ കുറവാണ്. പിന്നെ പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് അതുപോലെ ഒരു ബിസിനസ് ചെയ്ത് കോടീശ്വരനാവാൻ എന്നെക്കൊണ്ട് സാധിക്കത്തില്ല. കാരണം ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു തിരിച്ചറിവിലാണ് ഒന്നും കളയാതെ ഒരു സെലിബ്രിറ്റിയായി മാറാൻ ഒരു അവസരം എൻ്റെ കയ്യിൽ വന്നത്. ഇത് ദൈവം കൊണ്ട് തന്നതാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും പ്രോബ്ലംസ് ഫീലിങ്സ് ഉള്ള ആൾക്കാർ ഇതിനകത്ത് ഉണ്ടാവത്തില്ലേ? ഉണ്ടെങ്കിൽ റെസ്റ്റ് കമൻ്റ് അടിച്ചോ. ചെറുതായിട്ടെങ്കിലും ആരുടെയെങ്കിലും മുന്നിൽ വിജയിച്ച് കാണണമെന്ന് ആഗ്രഹിച്ച ആൾക്കാരാണോ നിങ്ങൾ എല്ലാവരും? ആരുടെയെങ്കിലും മുന്നിൽ ഒന്ന് വിജയിച്ച് കാണണം, ഞാനും കുഴപ്പമല്ല, എനിക്കും എന്നെ കൊണ്ട് സാധിക്കും എന്നൊക്കെ ആഗ്രഹിച്ച ആൾക്കാരുണ്ടാവില്ലേ? ഉണ്ടാവും, കുറേ ആൾക്കാരുണ്ടാവും. ഞാൻ അങ്ങനെയൊക്കെ മനസ്സിലാക്കി. ഒരുപാട് ആൾക്കാരുണ്ടാവും, പക്ഷെ പറയത്തില്ല, മുന്നോട്ട് ആരോടും കാണിക്കത്തില്ല. പല ആൾക്കാരും ചിലപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് നല്ല ഡ്രസ്സ് ഇട്ട് പോകുന്നുണ്ടാവും, നല്ല വണ്ടി ഓടിക്കുന്നുണ്ടാവും, നല്ല വീടുണ്ടാവും, 2 നില വീടുണ്ടാവും. പക്ഷെ അവർ ഉള്ളിലെത്തി അവർക്ക് മാത്രമേ അറിയൂ, പുറത്ത് കാണിക്കത്തില്ല. നിങ്ങൾ അവരുടെ വീട്ടിൽ വിരുന്ന് പോയി കഴിഞ്ഞാൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും, പക്ഷെ ഉള്ളിൽ അവരെ വിഷമങ്ങൾ, അവരെ EMI അടക്കാനുള്ള ബുദ്ധിമുട്ട് പ്രാരാബ്ദങ്ങളും പറയത്തില്ല. ശരിയല്ലേ? നിങ്ങളുടെ സഹോദരിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ആയിരിക്കും, അല്ല നിങ്ങൾ ബ്രദറിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാലും അവരെ പ്രശ്നങ്ങൾ ആരും പറയത്തില്ല, കാരണം അറിയിക്കത്തില്ല. എല്ലാവർക്കും വിജയിക്കണം എന്ന് ആഗ്രഹമാണ്, പക്ഷേ അവസരങ്ങൾ നമുക്ക് കിട്ടത്തില്ല. നമ്മളെ ചവിട്ടി താഴ്ത്താനും പരാജയപ്പെടുത്താനും മാത്രമേ ആൾക്കാരുള്ളൂ. സമാധാനിപ്പിക്കും, ഒക്കെ ശരിയാവുമെന്ന് മാത്രമേ പറയൂ. എവിടെ നിന്ന് ശരിയാവാൻ?
ശരിയാവാൻ ഒരു അവസരം കിട്ടണ്ടേ? ആ അവസരം കിട്ടിയാൽ നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? അല്ലെ, നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് പോലും നമ്മളത് കളയാണ്. ഞാൻ എൻ്റെ ഒരു ആക്ച്വലി എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ ഒരിക്കലും വെസ്റ്റീജിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന വ്യക്തിയല്ല, വെസ്റ്റീജ് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന വ്യക്തിയല്ല. കാരണം അത്രത്തോളം ബുദ്ധിമുട്ടുള്ള സമയത്താണ്, സാമ്പത്തികപരമായിട്ട് മുഴുവനായിട്ടും പരാജയപ്പെട്ട സമയത്താണ് ഞാൻ വെസ്റ്റീജ് ജോയിൻ ചെയ്തത്. എന്നിട്ടും ആ ജോലി, നല്ല ശമ്പളമുള്ള ജോലി വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇതിലേക്ക് വന്നത്. സീറോയിൽ നിന്നാണ് ഞാൻ തുടങ്ങിയിരുന്നത്. മനസ്സിലാവുന്നല്ലോ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 1.25 ലക്ഷം രൂപ ശമ്പളം ഉണ്ടായിട്ട് പോലും എൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു, കടങ്ങൾ തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും ആ ജോലി കളഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ആ സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സും എൻ്റെ റിലേറ്റീവ്സും ചോദിച്ചത്, ഇത്രയും ശമ്പളമുള്ള ജോലി കളയണമെന്ന് ചോദിച്ചു. ഞാൻ അവിടെ അവരോട് തിരിച്ചു പറഞ്ഞത്, ഈ ശമ്പളം ഞാൻ ഏകദേശം 18 വർഷമായി വാങ്ങിച്ചിട്ടുണ്ട്, എനിക്ക് സമാധാനം ഇതുവരെ കിട്ടിയിട്ടില്ല. ക്ലിയർ ആവുന്നുണ്ടോ? 10 വർഷം ഒരു കമ്പനി നടത്തിയതിന് നഷ്ടങ്ങളാണ് എനിക്ക് സംഭവിച്ചത്. ഈ ഇത്രയും വർഷങ്ങളായിട്ട് പോലും, ഇത്രയും ശമ്പളം വാങ്ങിച്ചിട്ട് പോലും ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ആ ജോലി വേണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരാളും ചിലപ്പോൾ ഇത്രയും സ്ട്രഗിളുള്ള സമയത്ത് പോലും ആ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനൊരു അവസരം ചെയ്യത്തില്ല. ഞാനത് ഏറ്റെടുത്ത് ചെയ്യാനുള്ള കാരണം എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ സപ്പോർട്ടാണ്, അവർക്കുണ്ടായ തിരിച്ചറിവാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത്, ഞാൻ ഈ സംസാരിക്കുന്നത് എന്തിനാണെന്ന് അറിയാം, ഇങ്ങനെ പറഞ്ഞു എൻ്റെ കഥ പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ, ഇതിൽ പല ആൾക്കാർക്കും പല പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. അതിൻ്റെ പേരിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ബിസിനസ് മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ എപ്പോഴും എന്നോട് ആരെങ്കിലും എന്തുകൊണ്ടാണ് ബിസിനസ് ചെയ്യാന്ന് വെച്ചാൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങാം കേട്ടോ, ഒരു 3 മാസം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. ഈ 3 മാസം കൊണ്ട് ഈ പറയുന്ന ആൾക്കാരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീരുമോ? ഇത് ചെയ്യാതിരുന്നാൽ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ സാധ്യത വല്ലതും ഉണ്ടോ? വെസ്റ്റീജ് ചെയ്യാതിരുന്നാൽ 3 മാസം വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് അവർക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും തോന്നുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് തന്നെ, ഇപ്പം തന്നെ, നാളത്തേക്കല്ല, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മാറ്റി വെക്കാൻ പാടില്ല, ഇപ്പം തന്നെ നിങ്ങൾ ബിസിനസ് തുടങ്ങാനേ ഞാൻ പറയത്തുള്ളൂ. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആൾക്കാരോട് ഞാൻ ആദ്യം പറഞ്ഞ മെസ്സേജ് ഇതാണ്, നിങ്ങൾ നാളത്തേക്ക് പോലും മാറ്റി വെക്കരുത്, ഇത് ഇപ്പോൾ തന്നെ ഈ ഫോൺ വെച്ച ഉടനെ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയാം. കാരണം എത്രയും പെട്ടെന്ന് വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. പല ആൾക്കാരും ഇതിൽ എക്സ്ക്യൂസസ് പറഞ്ഞ് സാധനങ്ങൾ വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ബിസിനസ് ചെയ്യുന്നില്ല എന്ന് പറയാറ്. അവരാണ് ഈ ബിസിനസ് ആദ്യം ചെയ്യേണ്ടത്. കാരണം നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത വ്യക്തി ഒരിക്കലും കുളിക്കാത്ത പല്ലിയേക്കാത്ത ആൾക്കാരല്ലല്ലോ. അത് പൈസ കൊടുത്തിട്ടാണ് വാങ്ങിക്കാറ്. ചിലപ്പോൾ കടമായിരിക്കും, കടയിൽ പോയി വാങ്ങിക്കുന്നുണ്ടോ, അടുത്ത മാസം കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ല, അടുത്ത മാസം കൊടുക്കുന്നതായിരിക്കും, പറ്റില്ലായിരിക്കും, സാധനം വാങ്ങിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും. എങ്കിലും അത് ഇതിനെ ബിസിനസ് മൈൻഡിൽ കണ്ടുകൊണ്ട് ആ ഒരു ചെലവിലൂടെ നമുക്ക് ലക്ഷറി ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് തിരിച്ചറിവുണ്ടെങ്കിൽ, നമ്മൾ ഇന്ന് തന്നെ ഇതുവരെ ഈ 132 പേരിൽ ആരെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് ബിസിനസ് ചെയ്യാതെങ്കിൽ, ഇന്ന് രാത്രി തന്നെ നിങ്ങൾ ഈ ഐഡിയ ആക്ടിവേഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഒരു സോപ്പോ ഒരു പേസ്റ്റോ വാങ്ങിച്ചില്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ കണ്ടിന്യൂ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക. ലീവ് എടുത്തോ, കുഴപ്പമില്ല, നഷ്ടങ്ങൾ വന്നാലും കുഴപ്പമില്ല, ലീവ് എടുത്തിട്ട് വർക്ക് ചെയ്തു. ഞാൻ എപ്പോഴും ഞാൻ ഈ ജോലി റിസൈൻ ചെയ്ത സമയത്ത് എൻ്റെ അപ്ലൈൻ പോലും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലീവ് റിസൈൻ ചെയ്യല്ലേ നീ, അത് ഒരു വരുമാനം എത്തിയിട്ടും 1 ലക്ഷം രൂപ വരുമാനം എത്തിയതിനു ശേഷം റിസൈൻ ചെയ്തത് എൻ്റെ അപ്ലൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണ് 1 ലക്ഷം രൂപ എത്തുക? ജോലി കഴിഞ്ഞ് വന്ന് രാത്രി മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് പ്രസന്റേഷൻ ഞാൻ കേട്ട് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ എടുക്കാൻ എത്ര വർഷം വേണ്ടി വരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ അപ്ലൈനോട് ചോദിച്ചത്, എക്സ്പീരിയൻസുള്ള അപ്ലൈനോട് ചോദിച്ചത്. കാരണം ഞാൻ തിരിച്ച് ഇപ്പോൾ സുരേഷ് സാറിന് അറിയായിരിക്കും, സുരേഷ് സാറാണ് എനിക്ക് ഈ ഒരു പാഠം പറഞ്ഞത്. അദ്ദേഹം ഏതോ ഒരു ഡോക്ടറെ പണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു. സുരേഷ് സാറിന് ഓർമ്മയുണ്ടെങ്കിൽ അൺമ്യൂട്ടാക്കി പറയണം. ഒരു ഡോക്ടറെ കണ്ട സമയത്ത് ആ ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യുകയാണെങ്കിൽ ഫുൾ ടൈം ചെയ്യുക, പാർട്ട് ടൈം ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാൻ കുറേ സമയം എടുക്കും, ഫുൾ ടൈം ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് വിജയിക്കും. പറഞ്ഞല്ലോ സുരേഷ് സാറെ, ഓർമ്മയുണ്ടോ? എന്നോട് ഒരു 3.5 വർഷം മുന്നേ അദ്ദേഹം പറഞ്ഞ വാക്കാണ്. സുരേഷ് സാറിൻ്റെ ഞാൻ കേട്ട വാക്കാണ്, ആണോ? ദുബായിലെ ഡോക്ടറാണ് അദ്ദേഹം എന്നോട്, ഡോക്ടർ ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ല, പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഓർക്കുന്നത് എനിക്കറിയില്ല, ഞാൻ ഇപ്പോഴത് ഓർക്കുന്നത്. അതാണ് ഞാൻ ആ ഒരു വാക്കാണ് ഞാൻ ഏറ്റെടുത്തത്. നിങ്ങൾ ചിലപ്പോൾ സുരേഷ് സാറിനും കൂടെ അറിയത്തില്ല, എൻ്റെ മനസ്സിൽ ഈ 3.5 വർഷമായിട്ടും ആ വാക്കുകൾ ഞാൻ മനസ്സിൽ കൊണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഇന്ന് ബിസിനസ്സിൽ ഇത്രയും വലിയൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കാൻ സാധിച്ചതും. ഓൺലൈനിലൂടെ ബിസിനസ് വിജയിക്കാൻ പറ്റത്തില്ല എന്നല്ല, ഇന്ന് ഈ ഇന്ത്യയിലുള്ള എല്ലാ ലീഡേഴ്സും പറഞ്ഞ സമയത്ത് പോലും അത് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തതാണ്. നമ്മൾക്ക് ആർക്കും, ഈ ബിസിനസ് ചെയ്യുന്ന ആർക്കും മഴ കൊള്ളേണ്ട ആവശ്യമോ അല്ലെങ്കിൽ പൈസ വണ്ടിക്കൂലി കൊടുക്കാനോ അല്ലെങ്കിൽ പ്ലാൻ കാണിക്കാൻ വേണ്ടി കുറേ പൈസ ചിലവാക്കുന്ന ആരും ഇതിനകത്തില്ല. ആർക്കെങ്കിലും ഉണ്ടോ? പ്ലാൻ കാണിക്കാൻ പോയതിൻ്റെ കയ്യിൽ പൈസ ചിലവായി ആരെങ്കിലും ഇതിനകത്തുണ്ടോ? കുറച്ച് ആൾക്കാർ ചിലപ്പോൾ ഫിസിക്കലായി ചെയ്യുന്ന ആൾക്കാർ, വിനോദ സാധനം പോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷേ
ഒരു വ്യക്തിക്ക് പ്ലാൻ കാണിക്കാൻ പോയതിൻ്റെ പേരിൽ വണ്ടിക്കൂലി നഷ്ടമായി, വെയിൽ കൊണ്ട് മഴ നനഞ്ഞു പനി പിടിച്ചു, അല്ലെങ്കിൽ ചായ കുടിച്ച പൈസ, ബിരിയാണി വാങ്ങിച്ച പൈസ നഷ്ടമായി, എന്നിട്ട് ആ ചങ്ങായി ജോയിൻ ചെയ്തിട്ടില്ല എന്നുള്ള ആർക്കെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടോ? നിങ്ങൾ വീട്ടിൽ ലുങ്കി ഇരുന്നിട്ടോ മാക്സി ഇട്ടിട്ടോ അല്ലെങ്കിൽ സാരി ഉടുത്തിട്ടോ അടുക്കളയിൽ ഇരുന്നുകൊണ്ട് പ്ലാൻ നമ്മൾ കാണിക്കുന്നില്ലേ? നിങ്ങൾ ചിലപ്പോൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്ലാൻ നടന്നുകൊണ്ടിരിക്കാറുണ്ടല്ലേ? ഒരു പൈസയും ഒരു സമയം പോലും നഷ്ടമില്ലാതെ നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനെങ്കിലും പ്രയോറിറ്റി കൊടുത്ത് ഇതിലൂടെ നമുക്ക് എല്ലാം നേടാൻ സാധിക്കും, എല്ലാം നേടാൻ സാധിക്കും. ആ ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടാവണം. കുറച്ച് സമയമാണ് ഇതിന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. ദയവ് ചെയ്ത് ടി വി ഒന്നും കാണാതിരിക്കൂ. ഒരു കാര്യമില്ല. ഇനി ഒരു മെയ് ജൂലൈ മാസം വരെ ഇലക്ഷനും മന്ത്രിമാരും സ്ഥാനാർത്ഥിമാരുമുള്ള അടിയും ബഹളയും ഉണ്ടല്ലോ. വേറെ ഒന്നും തുറക്കണ്ട. നിങ്ങൾ കണ്ടിട്ട് ഒരു പ്രയോജനമുള്ള കാര്യം ടി വിയിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ചാനലുകാർക്കും അതേ വേണ്ടു. അപ്പോൾ ഒരു വർഷം ടി വി ഒഴിവാക്കി നോക്കിയേ, എന്നിട്ട് നിങ്ങൾ ബിസിനസ് ഫോക്കസ് ചെയ്യാം. മറ്റുള്ള എല്ലാ കാര്യങ്ങളും, കല്യാണം ഉണ്ടോ, പോകണ്ട, മക്കളെ പറഞ്ഞയക്കൂ. കല്യാണ സദ്യ കഴിക്കണ്ടെന്ന് നോക്കൂ. നമുക്ക് 5 സ്റ്റാർ ഫുഡ് കഴിക്കാം. നമ്മളൊക്കെ എല്ലാവരും കല്യാണത്തിന് പോകുന്നതും അല്ല ഹോസ്പിറ്റൽ കേസ് നിങ്ങൾ പോവാതിരുന്ന അവിടെ എന്തെങ്കിലും സംഭവിക്കുമെങ്കിൽ മാത്രം പോവാ. അത് തന്നെ ഞാൻ പറയും. അവിടെ എത്തിച്ചു കഴിഞ്ഞ് ചില ആൾക്കാർ ഹോസ്പിറ്റൽ കേസ് 3 ആഴ്ച റിപ്ലൈ തരാൻ ആൾക്കാരുണ്ട്. 3 ആഴ്ച ഹോസ്പിറ്റൽ കേസ്. എനിക്ക് തോന്നുന്നു അവരാണെന്ന് സർജറി ചെയ്തെന്ന് തോന്നുന്നു. ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് അവരെന്നെ സർജറി ചെയ്ത മരുന്ന് ഇഞ്ചക്ഷൻ വെക്കുന്ന അവരാണ്. എല്ലാം ഡ്രസ്സിങ് ചെയ്യുന്ന എല്ലാം അവരാണ്. ഇവരെ ഞാൻ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ചെയ്യുന്നത്. അവിടെ കൊണ്ട് കിടത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ ഡ്യൂട്ടിയിൽ? നേഴ്സുമാർ ബില്ല് തരുമ്പോൾ മെഡിക്കൽ ഷോപ്പിൽ പോയി സാധനം വാങ്ങിച്ചു കൊടുക്കുക. അതവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്നെ വായിലിട്ട് കൊടുക്കും. ചിലപ്പോൾ നേഴ്സുമാരല്ലേ, നാരങ്ങ വാങ്ങിച്ചുകൊണ്ടെങ്കിൽ നാരങ്ങ വാങ്ങിച്ചു കൊടുക്കാം, ചൂടുവെള്ളം വാങ്ങിച്ച് ഹോട്ടലിൽ വാങ്ങിച്ചു കൊടുക്കും. ഇതേ നമ്മുടെ ഡ്യൂട്ടിയുള്ളൂ. ബാക്കി ഫുൾ ടൈം അടുത്ത ബെഡിലിരിക്കുന്ന ചേച്ചിയോട് വർത്തനം പറഞ്ഞിട്ടുണ്ടാവും, അല്ലെ ചേട്ടനോട് വർത്തനം പറഞ്ഞിട്ടുണ്ടാവും. അവരോട് ബിസിനസ് ഷെയർ ചെയ്യത്തില്ല നമ്മൾ. അല്ല, ഹോസ്പിറ്റലിൽ 3 ആഴ്ച കൂടെ നിന്ന് വ്യക്തി ഒരു ജോയിനിങ് പോലും ആക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ ഒരാളോടും ബിസിനസ് പറഞ്ഞിട്ടില്ല എന്നർത്ഥം. ശരിയല്ല ഞാൻ പറയാം. എനിക്ക് ഒരാളെ വഴി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ബിസിനസ് ജോയിൻ ചെയ്യാൻ പറയത്തില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് ഭ്രാന്ത് വരും കേട്ടിട്ട്. കാരണം ഈ കേൾക്കുന്ന വ്യക്തി ജോലി ഇല്ലാതെ വരുമാനം ഇല്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. അവരിങ്ങോട്ട് വന്ന് ചോദിച്ചോളൂ. എവിടെ കിട്ടിക്കഴിഞ്ഞാലും ഈ ബിസിനസ് പറയാൻ സാധിക്കണം നമുക്ക്. ഇത് പല ആൾക്കാരും പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് പല കാരണങ്ങൾ പറഞ്ഞ് ഈ ബിസിനസ്സിന് വാല്യൂ കൊടുക്കാതിരിക്കുക. ഇത് എന്തുകൊണ്ട് ഇതിൻ്റെ വില നിങ്ങൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ശരിക്കും യഥാർത്ഥ വില തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. ഇപ്പം ഞാൻ സുഷിത പറഞ്ഞ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല. ഞാനിത് പറഞ്ഞത് നമ്മുടെ ഉള്ളിലേക്ക് കോൺഫിഡൻറ്റ് വരാൻ വേണ്ടിയിട്ടും വിശ്വാസം വരാൻ വേണ്ടി. ഞാൻ ഈ ചോദ്യത്തിൽ നമ്മൾ സ്കൂളിൽ മാഷന്മാർ ചോദിക്കുന്ന പോലെ അതേപോലെ ഉത്തരം പറയത്തില്ല. ഇത് പറഞ്ഞെല്ലാം കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കവറായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നെറ്റ്വർക്ക് ബിൽഡിംഗ് ആണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് നല്ലൊരു നെറ്റ്വർക്ക് വേണം, നല്ലൊരു ടീം വേണം. അപ്പോൾ ആ ടീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. ഇപ്പം ഞാൻ 4.5 വർഷമായപ്പോഴാണ് എനിക്ക് 7000 പേരിലെ ടീമായി മാറിയത്. ഞാൻ കുറച്ച് ദിവസം മുന്നേ നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ 7000 പേരിൽ നെറ്റ്വർക്കായി എന്ന് ഞാൻ ചില ആൾക്കാർ കാണിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ 7120 120 പേരാണ് ഈ ഒരു 7 ദിവസം കൊണ്ട് ജോയിൻ ആയത് ടീമിൽ. അല്ലേ, മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ പണ്ട് ഒരു നെറ്റ്വർക്ക് മൈ നെറ്റ്വർക്കിൽ 1 എന്നുള്ള 2 ആയി കാണുമ്പോൾ ഒരു സന്തോഷം തോന്നാറുണ്ട്. ഇതിൽ പുതിയ ആൾക്കാർക്ക് ഉണ്ടല്ലേ, മൈ നെറ്റ്വർക്കിൽ 1 എന്നുള്ള 2 ആകുമ്പോൾ ഒരു സന്തോഷം നിങ്ങൾക്കെല്ലാം ഇല്ലേ? അത് 2 3 ആകുമ്പോൾ ഒരു സന്തോഷം. 2 പേരും കൂടെ ജോയിൻ ചെയ്തു. ഈ സന്തോഷം എനിക്കും ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അല്ല, 10 ആയി കഴിഞ്ഞ ഒരു സന്തോഷമായി, പിന്നെ 20 ആയി കഴിഞ്ഞ സന്തോഷമായി, 100 ആകുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. ഇപ്പം നമുക്കത് നോക്കാൻ സമയമില്ല. പക്ഷെ എന്നാലും അതിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യും. എനിക്ക് ഭയങ്കര സന്തോഷം. അതിങ്ങനെ കയറി വരുന്നതാണ്. ഞാനത് 8000 ആവാൻ വേണ്ടി കാത്തിരിക്കാം, 9000 ആവാൻ വേണ്ടി കാത്തിരിക്കുക. 1,00,000 പേരിൽ നെറ്റ്വർക്ക് ആവാൻ വേണ്ടി നോക്കിയിരിക്കുന്നതാണ് ഞാൻ. ആ 1,00,000 രൂപ ആ നെറ്റ്വർക്കിൻ്റെ എണ്ണം കണ്ടോ, 0 കണ്ടിട്ടുണ്ടോ? ഇതെല്ലാം ആവുന്നുണ്ടോ കുറച്ച് കഴിയുമ്പോൾ? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആ രീതിയിൽ നമ്മൾ ഇതിനെ കണ്ട് വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ബിസിനസ്സാണ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സാണ്. അതിന് നമുക്ക് കുറേ നെറ്റ്വർക്ക് വരണമെങ്കിൽ ഇതിൽ പല ആൾക്കാർക്കും പഴയ ആൾക്കാരൊക്കെ നമ്മളിപ്പോൾ എത്ര കാലമായി ഈ കണ്ടിന്യൂ പ്രസൻറ്റേഷൻ തുടങ്ങിയിട്ട് 3 നേരം പ്രസൻറ്റേഷൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എന്നറിയോ? എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ഇല്ലാതെ ഒരു മീറ്റിംഗ് നടക്കുന്ന കണ്ടിട്ടുണ്ടോ? ഞാൻ അവിടെ ഉണ്ടാവും. എനിക്ക് എവിടെയും പോകേണ്ട ആവശ്യമില്ല. അതെൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ ആ 3 നേരം അവിടെ ഉണ്ടാവും. എവിടെ എനിക്ക് എമർജൻസി കേസ് പോലും വരുന്നേ ഇല്ല, ഞാൻ പോക്കത്തുമില്ല. അത് ഞാൻ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി അവിടെ ചെയ്തിട്ടുണ്ടോ? അത് ഈ നെറ്റ്വർക്ക് കണ്ടിന്യൂ ഈ പ്രോസസ്സ് ചെയ്തത് കൊണ്ടാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ ആരുടെയും ടീമിൽ ആരെങ്കിലും ആളെ ഇൻവൈറ്റ് ചെയ്യാറ് വന്നിട്ടുണ്ടോ? ഇല്ലേ? ആരെ ഇൻവൈറ്റ് ചെയ്ത്? ജോസഫ് ബോയ്. ആരെ ഇൻവൈറ്റ് ചെയ്ത്? സുമേഷ് സാർ. ആരെ ഇൻവൈറ്റ് ചെയ്ത്? അശ്വനി മാഡം. ആരെങ്കിലും ആയിട്ട് അതിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഈ ടൈം എല്ലാ ദിവസവും പ്രസൻറ്റേഷൻ നടക്കുന്നില്ലേ? ഇന്ന് കേരളത്തിൽ ഏതെങ്കിലും ടീമിൽ ഏതെങ്കിലും ലീഡേഴ്സിൻ്റെ താഴെ ഇതുപോലെ ജോയിനിങ് നടക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചോദിച്ചു നോക്കിക്കോ. നിങ്ങൾ ഏതെങ്കിലും ഫിസിക്കൽ മീറ്റിൽ പോയ സമയത്ത് ചോദിച്ചു നോക്കിക്കോ. അവരുടെ നെറ്റ്വർക്കിൽ 6 മാസത്തിൽ 10 ജോയിനിങ് ആയിട്ടുണ്ടാവില്ല. ആ 10 ജോയിനിങ്ങിന് ഏകദേശം 15,000 രൂപ ചിലവാക്കിയിട്ടുണ്ടാവും. എന്നോട് ഒരു ലീഡർ പറഞ്ഞു, സാറേ ഞാൻ എൻ്റെ ഡൗൺ ലൈൻസിന് വേണ്ടി 1000 രൂപ 2000 രൂപ പെട്രോൾ അടിച്ചിട്ട് പോവുക,
രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി തിരിച്ചു വരൂ. പെട്രോളും നഷ്ടമാണ്, കഴിച്ച ഭക്ഷണത്തിന് പൈസ നഷ്ടമാണ്, ആളെ ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ല. മനസ്സിലായില്ലേ? അത്രത്തോളം നമുക്ക് നഷ്ടമൊന്നും ഇല്ലാതില്ലല്ലോ. അപ്പൊ നമ്മൾ ഇത് ഇത്ര വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത്, നമുക്ക് നെറ്റ്വർക്ക് വർദ്ധിക്കണമെങ്കിൽ ഡെയിലി ഡെയിലി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ നെറ്റ്വർക്ക് വർദ്ധിക്കും. ഇതിൽ വേറെ പുതിയ ആൾക്കാരെ ഞാൻ സബീന എസ്, പുതിയതാണ്, ഞാൻ പേര് വിളിച്ചതേ ഉള്ളൂ. അവരോട് ചോദിച്ചാൽ എത്ര സിമ്പിളായിട്ട് അവർ ചെയ്യുന്നവരും. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെ ചെയ്യുന്നത്, എന്നെ പഠിപ്പിച്ചെന്ന് ചോദിക്കാറുണ്ട്. ജോയിൻ ചെയ്തിട്ട് ഒരു മാസമായിട്ട് അവർക്ക് ചിരി വരും ഞാൻ പറയുമ്പോൾ. ഇത്രയും എക്സ്പീരിയൻസിൽ ഞാൻ ചോദിക്കുകയാണ് ഇതെങ്ങനെ നിങ്ങൾ ചെയ്യുന്നുള്ളത്. സബീന മാനോട് ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ അവരോട് ചോദിക്കും എങ്ങനെ ഇത് ചെയ്യുന്നു പറഞ്ഞുതരാമോ. കാരണം ഡെയിലി അവർ ആൾക്കാരുണ്ടാവും. 2 മണിക്കുണ്ടാവും, 5 മണിക്കുണ്ടാവും, 9 മണിക്കുണ്ടാവും. 2 മണിക്കുണ്ടാവും, 5 മണിക്കുണ്ടാവും, 9 മണിക്കുണ്ടാവും. ഞാൻ ചോദിച്ചു ഇത് എങ്ങനെ ചെയ്യുന്നു വെച്ചു. സാറേ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, രാവിലെ ചോറും കറിയും ഉണ്ടാക്കി, മക്കളില്ല വീട്ടിലല്ല, പല സ്ഥലത്ത് പഠിക്കുന്നതാണ്, ഹസ്ബൻഡ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണ്, എനിക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പം ഞാൻ രാവിലെ തൊട്ട് രാത്രി തന്നെ പണി. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമായ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. ജോയിൻ ചെയ്യുന്നുണ്ടോ ഞാൻ നോക്കാറില്ല, അവർ പ്ലാൻ കേൾക്കും പോകും. കുറച്ച് ആൾക്കാർ ജോയിൻ ചെയ്യും, കുറച്ച് ആൾക്കാർ ഐഡി എടുക്കും, കുറച്ച് ആൾക്കാർ റിപ്ലൈ തരത്തില്ല. എന്താ നഷ്ടമുള്ളത്? ഇത് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ കുറേ നല്ല സീരിയസ് ആയിട്ട് ആൾക്കാർ വരില്ലേ? അല്ല, സ്ഥിരമായിട്ട് ചെയ്തു നോക്കൂ. നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തു നോക്കൂ. ഒരു 3 മാസം സ്ഥിരമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടീം സെറ്റ് ആയിട്ടുണ്ടോ. പിന്നെ അവരെ സപ്പോർട്ട് ചെയ്തെടുത്ത് അവർക്ക് ഐഡിയ എടുത്ത് കൊടുക്കാനും, അവരെ താഴെ വന്നിട്ട് KYC ചെയ്ത് കൊടുക്കാനും, പർച്ചേസിങ് രീതി പറഞ്ഞു കൊടുത്താൽ മതി. ബാക്കി അവർ കൊണ്ടുവന്ന ആൾക്കാർ. അല്ല, ഞാനിപ്പോൾ ആൾക്കാരെ കൊണ്ടുവന്ന് കുറവാണ്. വേഗം ഞാനിപ്പോൾ ആൾക്കാരെ കൊണ്ടുവരത്തില്ല. കാരണം ഈ വന്നിരിക്കുന്ന ആൾക്കാർക്ക് സംസാരിക്കണം, അവർക്ക് റിപ്ലൈ കൊടുക്കാൻ പോലും എനിക്ക് സമയമില്ല. ഈ റിപ്ലൈ കൊടുക്കാൻ ഞാൻ ഇനി സ്റ്റാഫിനെ വെക്കേണ്ടി വരും. നിങ്ങൾ ആരും എടുക്കത്തില്ല കേട്ടോ, പുറത്തുനിന്ന് എടുക്കത്തില്ല. ഞാൻ വരണം ചോദിക്കുന്ന ആൾക്കാരുണ്ടോ, അതുകൊണ്ടാണ് നിങ്ങൾ ആരും എടുക്കത്തില്ല. റിപ്ലൈ കൊടുക്കാൻ പോലും ഇനി 3-4 മൊബൈൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് കമ്പ്യൂട്ടർ അടിക്കുന്നത് അടിച്ചാൽ പോലും എനിക്ക് തീർക്കാൻ പറ്റാത്ത അത്രയും മെസ്സേജ് ഉണ്ട്. ഇനി ഞാൻ അതിന് വേറെ ടെക്നിക്ക് സെറ്റാക്കി വെക്കണം. ഇന്നാക്കി ഇന്ന മെസ്സേജ്, ഇന്നാക്കി ഇന്ന മെസ്സേജ് കൊടുക്കുന്ന രീതി ആക്കേണ്ടി വരും. ആ രീതിയിലേക്ക് മാറാൻ സാധിക്കുന്നുണ്ട് ഈ ബിസിനസ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ആൾക്കാർ എത്തിക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ നമുക്ക് വാട്സപ്പ് അതും കൂടെ നമുക്ക് പണി തന്നുകൊണ്ടിരിക്കുക. അല്ല, 5 പേർക്ക് മെസ്സേജ് അയക്കുമ്പോൾ സ്പാം അടിച്ചു പോവാം. അങ്ങനെ കംപ്ലൈൻ്റ് ഉണ്ട്. ഓൺലൈൻ ബിസിനസ്സിൽ നമുക്കുള്ള വിഷമം, ഏറ്റവും വലിയ വിഷമം വെച്ചാൽ വാട്സപ്പുകാർ പണി തന്നുകൊണ്ടിരിക്കുക. 5 പേർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് വാട്സപ്പ് ബ്ലോക്ക് ആയി പോകുന്നുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ ഫീലിങ്സ് ഉണ്ടോ? ആർക്കെങ്കിലും വാട്സപ്പിൽ 5 പേർക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഫീലിങ്സ് ഉണ്ടോ? ഉണ്ടല്ലേ? എനിക്കറിയാമുണ്ടെന്നല്ലേ. ഞാൻ എന്തിനാണ് ചോദിച്ചതെന്ന് വെച്ചാൽ ചിലപ്പോൾ ചില ആൾക്ക് ഇതിനെക്കുറിച്ച് അറിയത്ത് പോലും ഉണ്ടാവില്ല. ഇങ്ങനെ സംഭവം ഉണ്ടോ? വാട്സപ്പ് സ്പാം ആവുന്നുണ്ടോ ചോദിക്കുന്ന ആരും ഉണ്ടോ? ആർക്കെങ്കിലും അങ്ങനെ സ്പാം ആവാതുണ്ടോ? 5 പേർക്കും 10 പേർക്കും മെസ്സേജ് അയച്ച് വാട്സപ്പ് ബ്ലോക്ക് ആയി പോകും. അത് ഓൺലൈൻ ബിസിനസ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിവേ, അത് മാത്രമേ ഇപ്പോൾ ഒരു ചലഞ്ചസ് നമുക്ക് ആകെയുള്ളൂ. കാരണം വാട്സപ്പ് കമ്പനിക്കും ഫേസ്ബുക്ക് കമ്പനിക്കും ഇൻസ്റ്റാഗ്രാം കമ്പനിക്കും മനസ്സിലായിട്ടുണ്ട് നമ്മുടെ ടീം വളരെ സ്ട്രോങ് ആയിട്ട് ഓൺലൈനിലുള്ള ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും, നല്ല പൈസ ഉണ്ടാക്കുന്നത് മനസ്സിലായി. ആ പൈസ പിടിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പം ബ്രോഡ്കാസ്റ്റിന് പോലും പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, ഇപ്പോൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പൈസ വേണം. പണ്ട് ഫ്രീ ആയിരുന്നു. ഞാൻ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അയക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ഗുഡ് മോർണിംഗ് അയക്കാറുണ്ട്. പഴയ ആൾക്കാർക്ക് ദേഷ്യമുണ്ട്. പണ്ട് ആൾ ഗുഡ് മോർണിംഗ് അയക്കാറുണ്ട്, ഇപ്പോൾ എന്നെ ഒഴിവാക്കിയെന്ന് തോന്നി ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പൈസ വേണം. ഗുഡ് മോർണിംഗ് അയക്കാൻ പോലും പൈസ വേണം വാട്സപ്പിൽ, അറിയോ? ആ ലെവലിലൊക്കെ ആയിട്ടുണ്ട്. വാട്സപ്പൊക്കെ നമ്മുടെ പൈസ വാങ്ങിക്കാൻ നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ നമുക്കിപ്പോൾ ഓൺലൈൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഈസിയായി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിന് ഞാൻ ചെറിയൊരു കാര്യം, നമ്മൾ നെറ്റ്വർക്ക് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പം ഫിസിക്കൽ മീറ്റിൻ്റെ ട്രെയിനിങ് ആയിരിക്കും നമ്മൾ കൂടുതൽ അറ്റൻഡ് ചെയ്യുന്നത് ഓൺലൈനിൽ. ഇവിടെ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, ഇപ്പം നിങ്ങൾ എല്ലാവരും പ്രശ്നം എന്താണ്, 2 മണിയിലെ ലിങ്കിലേക്ക് ഞാൻ ലിങ്ക് അയച്ചു കൊടുക്കുന്നു സാറേ, കയറാമെന്നും പറയുന്നുണ്ട് സാറേ. ആ സമയമായി ചെങ്ങായിനെ ഓൺലൈനിലും കാണുന്നുണ്ടാവില്ല, ചിലപ്പോൾ കയറത്തും ഉണ്ടാവില്ല. അല്ലെ, പണ്ടൊക്കെ നമുക്കെല്ലാം പ്രശ്നം, ആൾക്കാർ സൂമിലേക്ക് വരും, പകുതിക്ക് ഇറങ്ങിങ്ങ് പോകും. ഇത് ആ സെയിം അതുപോലെ തന്നെ കമ്പനി ഇറങ്ങിപ്പോവും. അതുകൊണ്ട് ആൾക്കാർ നിൽക്കത്തില്ല. ഇപ്പം നമുക്ക് അങ്ങനെ പ്രശ്നമുണ്ടോ? ആൾ ലാസ്റ്റ് വരെ ഇരിക്കുന്നില്ലേ? ഇരുന്ന ആൾക്കാർ ഇനി ഒരു 80% ആൾക്കാരും ജോയിനിങ്ങുമാണ്. ശരിയല്ലേ? അവസാനം വരെ ഇരുന്ന 80% ആൾക്കാരും ജോയിനിങ് തന്നെയാണ്. അപ്പം നമ്മൾ എന്താ വേണ്ടത്? എന്ത് വന്നാലും ഈ ചങ്ങായിൻ്റെ പ്ലാൻ എല്ലാവരും കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പം എങ്ങനെയെങ്കിലും പിടിച്ചാളൊന്ന് എത്തിക്കണം എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടായ പോലെ. അല്ല ജോസഫ് ഭായി, എങ്ങനെയെങ്കിലും ഈ വരുന്ന വ്യക്തി, നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നത് അങ്ങനെയല്ലേ? ഈ ചങ്ങായി അവസാനം വന്ന് ഇരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരല്ലേ കൂടുതൽ. ലാസ്റ്റ് വരെ ഇരുന്നാൽ എങ്ങനെയെങ്കിലും അദ്ദേഹം ജോയിൻ ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാർ. പിന്നെ നമ്മൾ സൂമിലേക്ക് വരാത്തൊരു പ്രശ്നമില്ല. ഇവിടെ നിങ്ങൾക്ക് നമ്മൾ ഫിസിക്കൽ മീറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ ഇതിനകത്ത് ഇൻവോൾവ് ആക്കി പറഞ്ഞുതരാം. നമ്മൾ സാധാരണ ഫിസിക്കൽ എന്താ ചെയ്യുക? ലിസ്റ്റ് ബിൽഡിങ് ചെയ്യുക. ചങ്ങായിമാരെ ബന്ധക്കാരെ ലിസ്റ്റ് ബിൽഡ് ചെയ്യാറുണ്ടല്ലോ. നിങ്ങൾ ചെയ്യേണ്ടതും ഈ ഓൺലൈൻ മീറ്റിങ്ങിന് വേണ്ടിയിട്ടും ലിസ്റ്റ് ബിൽഡ് ചെയ്യും. നമ്മളെ നിലമ്പൂരിലെ മിനി ചേച്ചിയെ കാണിച്ചു, അവരെ പരിചയക്കാർ വീട്ടിൽ പോയിരുന്നിട്ടാണ് സൂം മീറ്റിംഗ് അറ്റൻഡ്. 2 മണിയാകുമ്പോൾ ആ വീട്ടിലെത്തും. എന്നുവെച്ചാൽ അവിടെ 2 മണി അരമണിക്കൂർ മുന്നേ പോയിട്ട് ഈ ബിസിനസ് കുറിച്ച് ജസ്റ്റ് ഒന്ന് സംസാരിക്കും. എന്നുവെച്ചാൽ 2 മണി സൂമിൽ ലിങ്ക് കയറിക്കുമ്പോൾ അവിടെ നിന്ന് അവരെ കേൾപ്പിക്കും. അവിടെ നിന്ന് അവർ കേൾക്കുമ്പോൾ ചിലപ്പോൾ ജോയിൻ ചെയ്തേക്കാം. അല്ലെങ്കിൽ നമ്മൾ ലിങ്ക് അയച്ചു കൊടുത്ത് അവർ കയറത്തില്ല, എന്തെങ്കിലും എക്സ്ക്യൂസ് പറയും. നിങ്ങൾക്ക് നിങ്ങളുടെ അയൽവക്കക്കാരെ ഈ പ്ലാൻ കേൾക്കണമെങ്കിൽ അവിടെ പോയി ഇരുന്നിട്ട് ഈ സൂം മീറ്റിംഗ് കേൾപ്പിക്കാം.
അവിടെ ഇരുന്ന് ചിലപ്പോൾ ഒരു 2 ദിവസം 3 ദിവസം അവിടെ കേട്ടാൽ ചിലപ്പോൾ അവർ ജോയിൻ ചെയ്തേക്കും. ഇത് നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കി അവരെ വീട്ടിൽ പോയി ഇന്ന് പ്ലാൻ കേട്ടുകഴിഞ്ഞാലും നമുക്ക് കണ്ടിന്യൂ ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ പ്ലാൻ കേൾക്കുകയാണെങ്കിൽ ജോയിനിങ് നടക്കും. ഇപ്പം എൻ്റെ റെക്കോർഡ് സെഷൻ അയച്ചു കൊടുത്തിട്ട് ആൾക്കാർ ജോയിനിങ് ആയി. ഇപ്പോൾ പല ആൾക്കാരും പറയും സാറിൻ്റെ റെക്കോർഡ് സെഷൻ അദ്ദേഹം കണ്ടു, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം കയറിക്കൊണ്ട് കേട്ടിരിക്കാന്ന് പറഞ്ഞു. പല ആൾക്കാരും റെക്കോർഡ് സെഷൻ കേട്ടിട്ട് ജോയിനിങ് ആയി തുടങ്ങിയിട്ട്. ആരും അങ്ങനെ ചെയ്യുന്നുണ്ടോ? എല്ലാവരും ചെയ്യാറുണ്ടോ? ഇപ്പം ഞാൻ ലാസ്റ്റ് ചെയ്ത അശ്വിനി മേഡം എടുത്ത റെക്കോർഡ് സെഷൻ ഉണ്ട്, അത് അയച്ചു കൊടുത്താൽ മതി. നല്ലോണം ആൾക്കാർ ജോയിനിങ് ആണ്. കാരണം ഇവിടെ വന്ന് 2 മണിക്ക് പറഞ്ഞ കാര്യം തന്നെയാണ് അവിടെ കേൾക്കുക. അപ്പോൾ അവർക്ക് അവരുടെ സമയം ലാഭമാണ്. സൂമിലേക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ പേടി. 4 അവറിന് ആ കമ്പനിയിൽ പൈസ പോയ ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ മുഴുവനും. 30,000 കളഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് നാട്ടിൽ മുഴുവൻ ഇരിക്കുന്നത്. അപ്പോൾ അവരെ നമ്മൾ ഒരിക്കലും സൂം എന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയാണ്, അല്ലേ? സൂം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് പേടിയായി മാറിയിരിക്കുക 4 അവറിൻ്റെ പോലത്തെ കമ്പനിയുടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ട്. അതുകൊണ്ടാണ് വരാത്തത്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? തിരിച്ച് നിങ്ങൾ അങ്ങോട്ട് പറയാം എന്ന്. ഞാനിപ്പോൾ എന്താ പറഞ്ഞറിയാം, ഇത് 4 അവർ പോലത്തെ 30,000 പോകുന്ന 500 പേഴ്സിൻ്റെ പരിപാടി അല്ല എന്ന് പറയുമ്പോൾ അവർ ഓക്കെ 500 കളഞ്ഞ് 500 പേഴ്സും കളഞ്ഞ് 30,000 കളഞ്ഞിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ സംഭവം സമാധാനമായി, അതല്ല ഓക്കെ. അപ്പോൾ അവർക്ക് ചെറിയൊരു ആശ്വാസം നമ്മൾ പറഞ്ഞ് കേൾക്കാനുള്ള ഒരു ഫീലിങ്സ് വരും. നിങ്ങൾ എല്ലാവരും സംസാരിച്ചു. ഇത് 4 അവർ പോലെ 30,000 സാധനം വാങ്ങിക്കുന്നത് 500 പേസ്റ്റ് വാങ്ങിക്കുന്ന കമ്പനി എല്ലാം ആദ്യം ഒരു മെസ്സേജ് കൊടുത്തു നോക്കിയോ. അപ്പോൾ അവർ രണ്ടാമത് ബാക്കി കേൾക്കാൻ തയ്യാറാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? എന്നിട്ട് അവർ നിങ്ങൾക്ക് സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ചിലപ്പോൾ മടിയുണ്ടാവും. 5 മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത ശേഷം മാത്രമേ അവർ കാര്യം പറയത്തുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യും, ഞാനൊരു റെക്കോർഡ് സെഷൻ അയച്ചുതരാം, ഇത് കേട്ട് നോക്കൂ. കേട്ട് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം എന്നെ കോൺടാക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഇത് കേൾക്കും. ഇപ്പം എല്ലാവരും ജോയിനിങ്ങാണ്. സൂമിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും ജോയിനിങ് ആണ് രീതിയിലായിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പം എൻ്റെ റെക്കോർഡ് സെഷൻ കേരളം മുഴുവൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാനിവിടെ ഉണ്ടാവത്തില്ല, ഞാൻ പറയത്തില്ലല്ലോ, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ബിസിനസ് ജോയിനിങ് നടക്കും. ആ ലെവലിലേക്ക് വരും സുഹൃത്തുക്കൾ. നിങ്ങൾ അതുകൊണ്ട് ചെയ്യേണ്ടുന്ന കാര്യം, സൂമിലേക്ക് വരുന്നില്ല എങ്കിൽ നിങ്ങളുടെ ബന്ധക്കാരനായിക്കോട്ടെ, ചങ്ങായിമാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത വ്യക്തി ആയിക്കോട്ടെ, അവർക്ക് ഈ നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി. ഈ ഒരു സെഷൻ ഒരു 40 മിനിറ്റെങ്കിലും കംപ്ലീറ്റ് കേൾക്കാനൊരു മനസ്സ് കൊടുക്കും. ആ വ്യക്തി ചെയ്യും. കാരണം അങ്ങനത്തെ സെഷൻ നമ്മളിപ്പോൾ ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ചെയ്തു നോക്കണം. ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചെയ്തു നോക്കണം. നിങ്ങൾക്ക് സൂമിലേക്ക് വരുന്നില്ല, അതുകൊണ്ട് അയച്ചു കൊടുത്ത എല്ലാവരും കേൾക്കത്തില്ല കേട്ടോ. ഞാനൊരു 75 പേർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്, ആരും ജോയിൻ ആയിട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്ത് പോകും. കാരണം വരാതിരിക്കുന്നതിനേക്കാളും ഒരാളെയും കിട്ടിയ നല്ലതല്ലേ? 1000 പേർക്ക് പറഞ്ഞിട്ട് ഒരാളും ജോയിൻ ചെയ്തിരിക്കുന്ന ഒരാളെങ്കിലും ഇത് ഐഡിയ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗുണമുള്ള കാര്യം. നമുക്ക് 6 പേരല്ലേ വേണ്ടു. അതുകൊണ്ട് നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ വേണ്ടി സ്ഥിരമായിട്ട് ഈ ഒരു കാര്യം നമ്മൾ ഒരു വർക്കിംഗ് അവർ ഉണ്ടാക്കിയ ഇത്ര മണിക്ക് മുതൽ 2 മുതൽ 4 വരെ എൻ്റെ ഡ്യൂട്ടി ടൈമാണ്. ഞാനിതിൽ എൻ്റെ ടീമിൽ എൻ്റെ 8ാമത്തെ ഓർഗനൈസേഷൻ കഴിഞ്ഞ 2 മാസം മുന്നേ ക്വാളിഫൈ ചെയ്ത് അശ്വിനി എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വർക്കിംഗ് ടൈം ഉണ്ടാക്കും. അപ്പോൾ ഇപ്പോൾ ടൈം 2 മണി തൊട്ട് ആക്കി. 2 മണിയുടെ മീറ്റിംഗ് കേട്ടുകൊണ്ടായിരിക്കും അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. 4 മണിയുടെ വർക്ക് ചെയ്യും. 1 മണിക്കൂർ മീറ്റിംഗ് കേൾക്കും, ബാക്കി 1 മണിക്കൂർ വർക്ക് ചെയ്യും. ഇപ്പം നല്ല ജോയിനിങ് 4 ഓർഗനൈസേഷനായി മാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു വർക്കിംഗ് ടൈം ഉണ്ടാക്കി വെക്കുക. ഏത് സമയമാണോ വെസ്റ്റീനോട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സമയം ഇതിനുവേണ്ടി ആൾക്കാർ ഇൻവിറ്റേഷൻ കൊടുക്കാനും ഈ റെക്കോർഡ് സെഷൻ ആരെങ്കിലും കേൾപ്പിക്കാനുള്ള ഒരു മനസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെയ്ത വ്യക്തികളെ എഴുതി വെക്കണം. ഇന്ന വ്യക്തിക്ക് ഞാൻ റെക്കോർഡ് സെഷൻ അയച്ചു, ഈ വ്യക്തിനെ ഫോളോ അപ്പ് ചെയ്യണം. ആ രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 90 ദിവസം, ഈ ജനുവരി മാസം ഇന്ന് 13 ആണെങ്കിൽ നിങ്ങൾ മാർച്ച് മാസം 13 വരെ നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കി, ഒരു 3, 4, 5 ജോയിനിങ് നിങ്ങൾക്ക് ആയിട്ടുണ്ടോ? നിങ്ങളുടെ എനർജി വേറെ ലെവലായിട്ടുണ്ടോ? അത്രേ നമുക്ക് ആൾക്കാർ ആവശ്യമുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ കണ്ടിന്യൂ ആയിട്ട് അത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് പോകുന്നുണ്ടോ? ഓക്കെ, ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ അത് താഴോട്ട് ഡെപ്തിലേക്ക് പോകുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ഡെപ്ത് ബിൽഡിങ്ങിനെ കുറിച്ച് പറഞ്ഞുതരാം. ഇതിപ്പം ആരെങ്കിലും ഒരാൾ പേര് വിളിക്കല്ലേ, ആരെ വിളിക്കാം? ജോസഫ് ഭായിനെ വിളിക്കാം. ജോസഫ് ഭായിക്ക് നല്ലൊരു ടീം സെറ്റായിക്കൊണ്ടിരിക്കും. ജോസഫ് ഭായിൻ്റെ താഴെ ജാൻസി ഉണ്ട്, അതുപോലെ നിനു ഉണ്ട്, കൃഷ്ണയുണ്ട്, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഇപ്പോൾ ജോസഫ് ഭായി ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം ചെയ്യേണ്ട കാര്യം എന്താണ്, അത് ടോപ്പിൽ നിൽക്കുന്ന ലീഡർ ആയതുകൊണ്ട് അദ്ദേഹം അവിടെ നിൽക്കുക, ആ ടീമിനെ കൺട്രോൾ ചെയ്യുക. കൃഷ്ണയുടെ ടീമിന് ഗ്രൂപ്പ് ഉണ്ടാക്കി കൊടുക്കുക. ആ ഗ്രൂപ്പിൽ ആരെ വന്നു അവരെ കോൺടാക്ട് ചെയ്യുക, അവരോട് സംസാരിക്കുക, അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതിന് താഴെ ആരെങ്കിലും ഒരു വ്യക്തി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കൊടുക്കുക, അവരെ കൊണ്ട് ഷെയർ ചെയ്യിപ്പിക്കുക, അതിൽ വന്നിരിക്കുന്ന ആൾക്കാരെ സംസാരിക്കുക. ഇത് താഴോട്ട് നെറ്റ്വർക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു കൃഷ്ണ വന്നു, കൃഷ്ണൻ്റെ താഴെ ഒരു ജോയിനിങ് വന്നു, അവരെ താഴെ പോയി വർക്ക് ചെയ്യുക, അവരെ താഴെ പോയി വർക്ക് ചെയ്യുക. ഇത് പല ആൾക്കാരും തരുമോ ജോയിനിങ് ആക്കുമ്പോൾ എനിക്കൊരു ജോയിനിങ് ആണല്ലോ, എൻ്റെ നേരിട്ടല്ലേ ജോയിനിങ് ആക്കണ്ടേ, എൻ്റെ താഴെ ജോയിനിങ് ആണല്ലോ, ഇതിൻ്റെ പുറകെ നടക്കുക. നമുക്കൊരു ജോയിനിങ് ഉണ്ടാക്കാൻ നടക്കുക. നമ്മൾക്കൊരു ജോയിനിങ് ആയാൽ അതല്ലേ നമുക്ക് വരുമാനം ചിന്തിക്കുന്ന ആൾക്കാർ ഇതിനകത്ത് കൂടുതലുള്ളൂ.
നമുക്കൊരു 5 6 വ്യക്തികൾ അല്ലെങ്കിൽ ഒരാളെങ്കിലും നിങ്ങളുടെ കൂടെ ഇപ്പൊ സുധീറിന്റെ കൂടെ ഒരാൾ ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ടീം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ മതി. അദ്ദേഹത്തിന് താഴെ ഒരു ജോയിനിങ് ആക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്താൽ മതി. ഇപ്പം സുധീറിന്റെ താഴെ ഇപ്പം ഞാനാണ് ജോയിൻ ചെയ്തെങ്കിൽ സുധീർ ആദ്യം ചെയ്യേണ്ടത് എനിക്കൊരു ജോയിനിങ് ഉണ്ടാക്കി തരാൻ എന്നെ ഇതിൽ പിടിച്ചു നിർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എൻ്റെ പ്രശ്നം എന്തായിരിക്കും, എനിക്ക് ആരും വരുന്നില്ലല്ലോ എന്നൊരു ടെൻഷനായിരിക്കും നമ്മളുണ്ടാവുക. അല്ലെ, എനിക്ക് ടെൻഷൻ അടിച്ച് ആരില്ലെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് പോകുന്നുണ്ടോ? ഞാനിത് നിർത്തി പോകുന്നതിന് മുന്നേ എനിക്ക് താഴെ ഒരു ജോയിനിങ് ഉണ്ടെങ്കിൽ എൻ്റെ എനർജി വർദ്ധിക്കുന്നുണ്ടോ? ആ രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം. നമ്മളെ വർക്കിംഗ് ടൈമിൽ ഇപ്പം നിങ്ങൾ 2 മണിക്കൂറാണ് വർക്ക് ചെയ്തെങ്കിൽ ആ 1 മണിക്കൂർ അദ്ദേഹത്തിന് ടീം ഉണ്ടാക്കി കൊടുക്കാൻ സപ്പോർട്ട് ചെയ്തെടുക്കുക. ടൈം മാനേജ്മെന്റ് ചെയ്തുകൊണ്ട് നമ്മളെ കൂടെ എത്ര ടീമുണ്ടോ ആ ടീമിൽ ഓരോ ടീമിൻ്റെ താഴെ താഴെ പോയി വർക്ക് ചെയ്യണം. ഇന്നും ഞാൻ ഒരു ടീമിൽ ഒരു മെയിൻ ടീമിൻ്റെ താഴെ 4000-ലധികം ആൾക്കാരുടെ ടീമിൻ്റെ താഴെ ഇപ്പോഴും ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ഡെപ്ത് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീമിൻ്റെ താഴെ 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 വർക്ക് ചെയ്യുക. എത്രയോ താഴെ പോയി വർക്ക് ചെയ്ത് കുഴപ്പമില്ല. ഇതെല്ലാം നമ്മുടെ ബിസിനസ്സാണ്. പല ആൾക്കാരും ചെയ്യുന്ന എന്താണ്, താഴെ പോവില്ല, അധികം താഴെ പോയി വർക്ക് ചെയ്യത്തില്ല. എത്രയും താഴെ പോയി വർക്ക് ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ഇത് നിങ്ങളുടെ ഇൻകം സെക്യൂരിറ്റിക്ക് കൊണ്ടാണ്. അത് സസ്റ്റൈനബിളായി നിലനിന്ന് പോകണമെങ്കിൽ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരെ ക്രിയേഷൻ ചെയ്യണം. കൂടെ നിൽക്കുന്ന വ്യക്തിക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം സുധീറിന്റെ കൂടെ വന്ന വ്യക്തിക്ക് ഒരു വരുമാനം വേണമെങ്കിൽ, അല്ലെങ്കിൽ സുധീറിന് ഒരു വരുമാനം വേണമെങ്കിൽ അൻസാർ ഭായി കൂടെ നിന്നേ പറ്റൂ. നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾ ടീം ഉണ്ടാക്കി തന്നാൽ മാത്രമേ അൻസാറിന്റെ വരുമാനം സേഫ് ആവുള്ളൂ. സുധീറിന്റെ വരുമാനം സേഫ് ആയാൽ മാത്രമേ അൻസാറിന്റെ വരുമാനം സേഫ് ആവത്തുള്ളൂ. സുധീറിന് വരുമാനം കിട്ടണമെങ്കിൽ നിങ്ങൾ താഴെ വ്യക്തിക്ക് വരുമാനം കിട്ടണ്ടേ? അപ്പോൾ അതിന് താഴെ പോയി വർക്ക് ചെയ്യണം. നിങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുക. അതിന് നിങ്ങൾ അപ്ലൈനും കൂടെ ഇൻവൈറ്റ് ചെയ്യരുത്, അവർ ഇൻവോൾവ് ആക്കിക്കൊണ്ട് വർക്ക് ചെയ്യുക. അങ്ങനെ താഴെ ഡെപ്തിലോട്ട് അതിൻ്റെ താഴെ വർക്ക് ചെയ്യുക, അതിൻ്റെ താഴെ വർക്ക് ചെയ്യുക. അങ്ങനെ താഴെ വർക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ എല്ലാവരുടെയും വരുമാനം സേഫ് ആവുള്ളൂ. എല്ലാവരുടെ വരുമാനം സേഫ് ആകുമ്പോൾ ആ ഭാഗത്ത് നമ്മൾ തിരിഞ്ഞു നോക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം സുരേഷ് സാറിൻ്റെ ടീമിൽ ഞാൻ പോയിട്ടില്ലെങ്കിലും ആ ടീം പോകും. സുരേഷ് സാറിന് ഭീമേൻ്റെ ടീമിൽ പോയിട്ടില്ലെങ്കിലും ആ ടീം അങ്ങ് പോയിക്കോളും. ഭീമൊക്കെ സുഷിതന്റെ ടീമിൽ പോയിട്ടില്ലെങ്കിൽ ആ ടീം കൊണ്ടുപോയി. കാരണം സുഷിത കൺട്രോൾ ചെയ്യും. ഇപ്പോഴത്തെ ശമന ടീച്ചറുടെ ടീമുണ്ട്, അവരെ കൺട്രോൾ ചെയ്യിക്കോളും. ഷാഹുലിന്റെ ടീമുണ്ട്, അവർ കൺട്രോൾ ചെയ്ത് പോയിക്കോളും. അപ്പോൾ അവിടെ ഇല്ലെങ്കിലും ബിസിനസ് വളർന്നു പോകും. പക്ഷെ അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യണം. അവിടെ ഓരോ ആൾക്കാരെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അതിന് താഴെ ആരൊക്കെയുണ്ട് അവരെ മനസ്സിലാക്കണം. പല ആൾക്കാരും ഇപ്പം എനിക്കൊന്ന് ഇപ്പോഴും പല ആൾക്കാരും താഴെയുള്ള ഡൗണേഴ്സിന് അറിയാത്തത്ര ആൾക്കാരുണ്ടല്ലോ. അല്ല, ഒരുപാട് ആൾക്കാർ അറിയാത്ത ആൾക്കാർ. നമ്മൾ അവരെല്ലാം ഐഡന്റിഫൈ ചെയ്തിട്ടും അവരെ കൂടെ നിന്ന് വർക്ക് ചെയ്യാനും. ഡെപ്ത് ഡ്രൈവിംഗ് എന്ന് പറയാം. ഡെപ്ത് ബിൽഡിങ്ങും അതിൻ്റെ ഡെപ്ത് ഡ്രൈവിംഗ് രണ്ട് പൊസിഷൻ അതിൻ്റെ തന്നെ കേട്ടോ. ഡെപ്ത് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ ടീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാം. ഡെപ്ത് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന സുഷിത ആ ടീമിനെ ഡ്രൈവ് ചെയ്യുന്ന വ്യക്തിയാണ്. ഷംന ടീച്ചർ ആ ടീമിനെ ഡ്രൈവ് ചെയ്യുന്ന വ്യക്തിയാണ്. ജോസഫ് ഭായി ആ ടീമിനെ ഡ്രൈവ് ചെയ്യുന്ന വ്യക്തി. ഷൗക്കത്ത് അലി ആ ടീമിനെ ഡ്രൈവ് ചെയ്യുന്ന വ്യക്തി. ഇങ്ങനെ ആ ടീമിനെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തികളെ ക്രിയേഷൻ ചെയ്തു പോകും. ലീഡർഷിപ്പിനെ ക്രിയേഷൻ ചെയ്തു പോകും. നമ്മൾ ചെയ്യുന്ന ആ ആക്ടിവിറ്റിയെ നമ്മൾ താഴെ വന്ന വ്യക്തിയെ പഠിപ്പിച്ച് കൊടുക്കാൻ, അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കാൻ, ഐഡിയ എടുക്കാൻ പഠിപ്പിക്കണം, KYC ചെയ്യാൻ പഠിപ്പിക്കണം, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പഠിപ്പിക്കണം, ഇമെയിൽ അയക്കാൻ പഠിപ്പിക്കണം, ഈ ബാങ്ക് ഡീറ്റെയിലും പാൻ കാർഡ് അപ്ഡേഷൻ ചെയ്യാൻ പഠിപ്പിക്കണം. ഞാൻ ഇപ്പോഴും ഓരോ ആൾക്കാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഓരോ ടീമിന് ഇന്ന് ഞാൻ ഒരു 4-5 പേർക്ക് മെയിൽ അയക്കാൻ, ബാങ്ക് ഡീറ്റെയിൽ അപ്ഡേഷൻ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് അറിയുന്ന ആൾക്കാരല്ലേ, കുറേ ആൾക്കാർക്ക് ഇന്ന് ഞാൻ മെയിൽ അയക്കാൻ എങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഡൗൺലൈൻസിൻ്റെ ബാങ്ക് ഡീറ്റെയിൽ അപ്ഡേഷൻ ചെയ്യുക, അവർക്ക് വരുമാനം വാങ്ങിച്ചു, അതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഒരുമിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പതുക്കെ പതുക്കെ ചെയ്ത് കൊടുത്താണ്. അപ്പോൾ നമ്മളുടെ വർക്കിങ്ങിലൂടെ കുറയും ചെയ്യും, നമ്മളെ കൺട്രോൾ ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ട്. ഡെപ്തിലോട്ട് ഇറങ്ങി താഴോട്ട് വർക്ക് ചെയ്യും. ഇതിൽ പല ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവനവൻ്റെ കാര്യം മാത്രം നോക്കിയിരിക്കുക. അവനവൻ്റെ കാര്യം നോക്കിയിരുത്തൽ മാത്രമേ ബിസിനസ് നടക്കില്ല. നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന വ്യക്തിക്കും അവരുടെ കൂടെ വന്ന വ്യക്തിയും അതിൻ്റെ എത്രയോ ഡെപ്തിന് താഴെയാണ് വേർഡ് പോയി വർക്ക് ചെയ്യുക. 4000 പേരിൽ കൂടുതൽ ഓർഗനൈസേഷനാണ് സുരേഷ് സാറിൻ്റെ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ ഞാൻ ഇപ്പോഴും ഇന്ന് ജോയിൻ ചെയ്ത വ്യക്തിയിലൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ലൈഫ് ലോങ് ആയിട്ട് സസ്റ്റൈനബിൾ ആയിട്ട് നിലനിന്ന് പോകുന്ന വരുമാനം. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മളില്ലെങ്കിൽ വരുമാനം വരണ്ടേ? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം സുരേഷ് സാറിൻ്റെ ഓർഗനൈസേഷനിൽ ഞാൻ ഇല്ലെങ്കിലും വരുമാനം വരുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ മാറി എന്നാലും വരുമാനം വരുന്നത് എനിക്കറിയാം. പക്ഷേ എന്നാലും കറക്റ്റായിട്ട് പറയാൻ ആവില്ല, ആയിട്ടില്ല. അത് എപ്പോഴാവുക? സുരേഷ് സാറിൻ്റെ വരുമാനം 2 ലക്ഷം രൂപ, ഭീമയുടെ വരുമാനം 2 ലക്ഷം രൂപ, ഷാഹുലിൻ്റെ വരുമാനം 2 ലക്ഷം രൂപ, കുമാരി ചേച്ചിൻ്റെ വരുമാനം 2 ലക്ഷം രൂപ. ഇതിലുള്ള ആ ഒരു ഓർഗനൈസേഷനിലെ ഓരോ വ്യക്തിയും, സുഷിതേൻ്റെയും അശോകൻ ചേട്ടനെയും ഖാലിദ് ഭായിൻ്റെ ഒക്കെ വരുമാനം ലക്ഷങ്ങളാവുന്ന സമയത്ത് നിങ്ങൾ ആരും ഈ ബിസിനസ് വിടില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലേ, ആരെങ്കിലും വിടുവോ? ലക്ഷങ്ങൾ വരുമാനം കിട്ടുമ്പോൾ ഖാലിദ് ഭായി ബിസിനസ് വിടാൻ സാധ്യതയുണ്ടോ? അശോകൻ ചേട്ടൻ വിടുവോ? ഇല്ലല്ലോ, എനിക്ക് നന്നായിട്ട് അറിയാം. അതിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ സുരേഷിന് മാത്രം 1 ലക്ഷം രൂപ വരുമാനമാക്കി ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സുരേഷിന് താഴെ ഭീമക്ക് വരുമാനം ഉണ്ടെങ്കിൽ ഭീമങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ സുരേഷിന് വരുമാനം കഴിഞ്ഞു, ശരിയല്ലേ? ഏറ്റവും താഴെ കിടക്കുന്ന വ്യക്തിക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, കുമാരി ചേച്ചിക്ക് ഒരു വരുമാനം വാങ്ങിച്ചു കൊടുത്താൽ ഷാഹുലിൻ്റെ ടീം സൂപ്പറായി അവിടെ നിൽക്കില്ല.
ഷാഹുലിന്റെ മറ്റൊരു ടീമാണ് സൂപ്പറായി നിൽക്കും. അപ്പൊ നമ്മൾ താഴെ ഡെപ്തിൽ ആൾക്കാർക്ക് വരുമാനം സേഫ് ആക്കി കൊടുക്കുക. ഒരു കാറ്റ് മഴ വന്നാൽ വരുമാനം നിൽക്കാൻ പാടില്ല. മനസ്സിലാകുന്നുണ്ടോ? ഈ രീതിയിൽ ഡെപ്തിനെ ബിൽഡ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ആയിട്ട് നിലനിന്ന് പോകുന്ന ഒരു വരുമാനം നമുക്കവിടെ കിട്ടുന്നുണ്ടാവും. ഇത് സുഷിത പറഞ്ഞ ആ 2-3 കാര്യം അവിടെ കവർ ആയിട്ടുണ്ടല്ലേ. ട്രസ്റ്റും പറഞ്ഞിട്ടുണ്ട്, സസ്റ്റൈനബിൾ പറഞ്ഞിട്ട്, നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്ന പറഞ്ഞിട്ട്, ഡെപ്ത് ഡ്രൈവിംഗ് പറഞ്ഞിട്ട്. ഇനി ചെറിയൊരു കാര്യം കൂടെ പറയാം അല്ലേ. PV ഹണ്ടിങ് ആണ്. അതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളത്. അത് പറയുമ്പോൾ സുഷിതയ്ക്ക് ശരിയും വന്നിട്ടുണ്ട്. PV ഹണ്ടിങ് എല്ലാവർക്കും വരെ വിഷമമാണ് അല്ലേ. PV കയറുന്നില്ല സാറേ. PV കയറിയാൽ വരുമാനം കയറിയല്ലേ. നമ്മൾ PV ഉണ്ടെങ്കിലാണ് നമ്മുടെ വരുമാനം കൂടുള്ളൂ. നമ്മൾ PVക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ PV ഗൗതം ബാലി സാർ പറഞ്ഞത് 5% ഗ്രോത്ത് ഉണ്ടാവണം. ആ ഗ്രോത്ത് നോക്കാൻ അറിയാമോ? നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത് നോക്കാൻ അറിയാമോ? എല്ലാവർക്കും അറിയാം. സ്റ്റാർ ചെയ്ത് നമുക്ക് അറിയാൻ സാധിക്കും. നിങ്ങൾ അപ്ലിക്കേഷനിൽ നിങ്ങളുടെ ടീമിൻ്റെയും നിങ്ങളുടെയും പേര് സ്റ്റാർ ചെയ്യാൻ പറ്റും. 40 പേരെ നമുക്ക് സ്റ്റാർ ചെയ്ത് വെക്കാൻ പറ്റും. എൻ്റെ ടീമിലെ ഓരോ ലീഡേഴ്സിൻ്റെയും പേഴ്സണൽ ഗ്രോത്ത് ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. എപ്പോഴും ഡെയിലി ചെക്ക് ചെയ്യും. സുരേഷ് സാറിന് ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ എല്ലാവരും വേണമെങ്കിൽ പറഞ്ഞില്ല. ആര് വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത് എത്രയാണ്. ബൈഹാർഡാണ്. ഇന്നത്തെ കേട്ടോ, നാളെ മാറും. അത് ഞാൻ ഡെയിലി നോക്കും. അത് ഒരു 5% നിങ്ങൾക്ക് പേഴ്സണലി ഗ്രോത്ത് ഉണ്ടാവണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡിസംബർ മാസത്തെ PV മാസ അവസാനം 500 PV ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അടുത്ത മാസം ഒരു 10% അല്ലെങ്കിൽ ഒരു 5% PV കൂടിയിരിക്കണം. ഒരു 500ൻ്റെ 5% എത്രയാണോ അതെങ്കിൽ നിങ്ങൾക്ക് അടുത്ത മാസം കൂടുതൽ ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമുക്ക് വിഷമം വരണം, സങ്കടം വരണം. അതെങ്ങനെ ഉണ്ടാവുന്നല്ലോ. ഇപ്പം കാലിൽ വായി ഈ മാസം ശമ്പളം 500 രൂപയാണ്. 300 രൂപ അടുത്ത മാസം ശമ്പളം കിട്ടിയ കാലിൽ വായിക്ക് സന്തോഷം ഉണ്ടാവുമോ? ഈ മാസം ശമ്പളം 500 കിട്ടി, അടുത്ത മാസം നിങ്ങൾക്ക് 30-ാം തീയതി ആകുമ്പോൾ ശമ്പളം 300 രൂപയേ ഉള്ളൂ. നിങ്ങൾ മുതലാളി പറയാൻ 300 രൂപയേ ഉള്ളൂ. തൃപ്തിപ്പൊടി കാലിൽ വേറെ രക്ഷയില്ല പറഞ്ഞാൽ തൃപ്തി ആവോ? ഇല്ല. മനസ്സിന് ഭയങ്കര വിഷമം വരത്തില്ലേ, ദേഷ്യം വരത്തില്ലേ? അത് ഇവിടെയും വരണം. നിങ്ങളുടെ കഴിഞ്ഞ മാസം PV നീതി വിളിച്ചതിൻ്റെ PV കഴിഞ്ഞ മാസം എത്രയായിരുന്നു? അതിൻ്റെ ഒരു 5% അടുത്ത മാസം ഉണ്ടാവും. ഈ ജനുവരി മാസം അവസാനിക്കും ഉണ്ടാവണം. അതെന്താ വേണ്ടത്? അതിൽ ഡെയിലി നമ്മളെ പെർസെൻറ്റേജ് ഒക്കെ കാണിക്കും. ഇന്നത്തെ ഗ്രോത്ത് എത്രയാണോ ഞാൻ എല്ലാ ദിവസവും നോക്കും. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് ചുമന്ന കളർ കാണാൻ എനിക്ക് താല്പര്യമില്ലാത്ത സംഭവം. ചുമന്ന കളർ കണ്ടാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. എപ്പോഴും ഏറോ മാർക്ക് മേലോട്ടും പച്ച കളർ കാണുമ്പോൾ ഒരു 10% PV ഗ്രോത്തിലേക്ക് വരണം. അത് എങ്ങനെയാണ് PV നല്ല വരുന്നത്? പണ്ടൊന്നും അങ്ങനെ വരത്തില്ല. പണ്ടൊക്കെ മനോസാരക്ക് എന്താണ് താഴോട്ട് പോയിട്ടുണ്ടല്ലോ ചോദിക്കും. അപ്പോൾ കാരണം ചെയ്യേണ്ട ആൾക്കാർ മൊത്തം നമ്മൾ പിഴിഞ്ഞ് കഴിഞ്ഞു നടത്തും അല്ലേ. എല്ലാവരും പർച്ചേസിങ് കഴിഞ്ഞു, ഇനി ആരും പർച്ചേസിങ് ഇല്ല. അപ്പോൾ PV അവിടെ താണു പോകും. മാസീവ് ആയിട്ടുള്ള ജോയിനിങ് നടന്ന കുറേ ജോയിനിങ് അങ്ങ് വരുന്ന സമയത്തുള്ള PV എല്ലാ സ്ഥലത്തും വരും. ഇപ്പം കാലിതി വായിക്കുക അല്ലെങ്കിൽ നീ തൂക്കി ഈ മാസം ഒരു 500 PV ഷോർട്ടേജസ് ഉണ്ട്. സിൽവർ ഡയറക്ടർ പിടിക്കാൻ അല്ലെങ്കിൽ ശമന ടീച്ചർക്ക് സ്റ്റാർ പിടിക്കാൻ 1000 PV ഷോർട്ടേജസ് ഉണ്ട്. സുഷിതയ്ക്ക് ഗോൾഡ് ആവാൻ അല്ലെങ്കിൽ വിനോദ് സാറിന് ഗോൾഡ് ആവാൻ ഓരോ വ്യക്തി ഭീമക്ക് ക്രൗൺ ആയ 500 PV ഷോർട്ടേജസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവരും പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരോടും പറയാൻ പറ്റത്തില്ല, സാധനം വാങ്ങിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ കുറേ ജോയിനിങ് ഉണ്ടെന്ന് വെച്ചോ, കുറേ ജോയിനിങ് ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയാം, ID കെട്ടാവുന്ന കാര്യം പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫറിൻ്റെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് അവർ ബിസിനസ് ചെയ്യാൻ പറയാൻ സാധിക്കും. ലേറ്റ് ആയി പോയ കുഴപ്പമില്ല ഫവാസെ, അവസാനത്തെ വെടിക്കെട്ട് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ചെറിയ വെടിയെ പൊട്ടിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇത് നമ്മൾ ഒരു ചെറിയ ഗ്രോത്ത് കാണണം നമ്മുടെ മനസ്സിൽ എപ്പോഴും. ഗ്രോത്ത് ഇല്ല എങ്കിൽ നിങ്ങളുടെ ജോയിനിങ്ങിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടാണ് നമുക്ക് PV കുറയുന്നത്. ജോയിനിങ്ങിൻ്റെ എണ്ണം കുറയുമ്പോൾ PV കുറയും. ശരിയാണെന്ന് പല ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല. സുരേഷ് സാറിനൊക്കെ അറിയാൻ പറ്റും. ഇപ്പം നല്ല ജോയിനിങ് ഉണ്ട്, നല്ല ഗ്രോത്ത് ആണ്. അതേ എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കും, PV അടിച്ച് കയറുന്നുണ്ടെന്ന്. ആ എനർജി നമുക്കറിയാൻ പറ്റും അല്ലേ. PV അടിച്ച് കയറുന്നുണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ എനർജി കൂടുതലാണ്. അപ്പോൾ എന്തെയും ജോയിനിങ്ങിൻ്റെ എണ്ണം അതേനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുക. ശരിയല്ലേ സുരേഷ് സാറേ? ജോയിനിങ് നടക്കുമ്പോൾ PV കയറുന്നുണ്ട്, PV കയറുമ്പോൾ അടുത്ത പ്രാവശ്യം ജോയിനിങ് നടക്കാം അല്ലേ? ശരിയല്ലേ? നമുക്ക് ജോയിനിങ് ഇല്ലെങ്കിൽ PV കയറത്തില്ല. PV കയറാതിരിക്കുമ്പോൾ നമുക്ക് അടുത്ത മാസം തീരെ ജോയിനിങ് ഉണ്ടാവത്തില്ല. നമ്മുടെ മൈൻഡിൽ ആവത്തില്ല നടക്കത്തില്ല. എനിക്ക് ജോയിനിങ് ആവുന്നില്ല, എനിക്ക് PV കയറുന്നില്ല, എനിക്ക് ജോയിനിങ് ആവുന്നില്ല. ഇത് തന്നെ മുന്നിൽ കിടക്കുക. അതുകൊണ്ടാണ് കയറാത്തത്. അപ്പോൾ നിങ്ങൾക്ക് PV കയറുന്നില്ല, ജോയിനിങ് നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പം നീതുലു ജോയ് എന്ന വ്യക്തി പുതിയതാണ്, ഇന്ന് ആദ്യമായിട്ട് ജോയിൻ ചെയ്ത വ്യക്തിയാണ്. ബിസിനസ് എന്താണെന്ന് അറിയത്തില്ല, ID എടുത്തതേ ഉള്ളൂ. എന്താ ചെയ്യുക? 0 മൈൻഡ് സെറ്റിലേക്ക് വരിക. ഇന്ന് തുടക്കക്കാരാണ്, 5% പോവാണ്. 5% എന്താ ചെയ്യുക? 8% ആവുമ്പോഴേ വർക്ക് ചെയ്യുക. 0 മൈൻഡ് സെറ്റിൽ ഒന്ന് പുതുതായി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾ UCD ആയിക്കോട്ടെ, നിങ്ങൾ ക്രൗൺ ആയിക്കോട്ടെ, ഡയമണ്ട് ആയിക്കോട്ടെ, നിങ്ങളുടെ ബിസിനസ് ഗ്രോത്ത് ഇല്ലെങ്കിൽ
നമ്മൾ പഴയ സ്റ്റാർട്ടിങ് ലെവലിലേക്ക് പോവുക. ഒരു തുടക്കക്കാരനെ പോലെ വർക്ക് ചെയ്യുക. തുടക്കക്കാരനെ പോലെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഫയർ പോലെ മേലെ കയറി വരും. അല്ല എങ്കിൽ എന്നെ കൊണ്ട് നടക്കുന്നില്ല, എനിക്ക് മാത്രം ജോയിനിങ് ആവുന്നില്ല, ആ ചങ്ങയ്ക്ക് ഇഷ്ടംമാതിരി ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്, അയാളെ എവിടെ നിന്ന് കൊണ്ടുവന്നുണ്ടാവുക എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ മറ്റുള്ളവരുടെ ബിസിനസ് എങ്ങനെ നടക്കുന്നത് അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുക. അയാൾക്ക് ഭയങ്കര കഴിവാന്ന് തോന്നുന്നു ചിന്തിക്കുന്നു. അല്ല, പല ആൾക്കാർ അയാൾക്ക് ഭയങ്കര കഴിവാണ്, എനിക്ക് മാത്രം ഒരു കഴിവില്ല. നമ്മളെ കഴിവില്ലായ്മ നമ്മൾ തന്നെ കുറ്റം പറഞ്ഞ് നമ്മൾ തന്നെ സ്വയം അങ്ങ് താഴ്ത്തി നടക്കാറാണ്. ആ ചങ്ങായിക്ക് 5 പേരെ കൊണ്ടുവരാൻ സാധിക്കണം, എനിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല 6 പേരെ കൊണ്ടുവരാൻ, ഞാൻ അവനേക്കാൾ ആൾക്കാരെ കൊണ്ടുവരും. ആ മൈൻഡ് സെറ്റിലേക്ക് വരും നമ്മൾ. ആ രീതി ചിന്തിച്ചാൽ മാത്രമേ നമ്മളിലേക്ക് ആൾക്കാർ വരുള്ളൂ. ഇല്ലെങ്കിൽ പല ആൾക്കാരും പ്രശ്നം എനിക്ക് ആരും കയറി വരുന്നില്ല കേട്ടോ, എനിക്ക് ആളെ കിട്ടുന്നേ ഇല്ല. ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കും, മൈൻഡ് സെറ്റ് ഡൗൺ ആണ്. ഇത് ഞാൻ ചെറിയൊരു കാര്യങ്ങൾ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാവും. നിങ്ങൾ ചില ഡൗണേഴ്സിൽ മെസ്സേജ് അയക്കുമ്പോൾ എന്നും അസുഖമാണ്, ഹെൽത്ത് പ്രോബ്ലം, ആരോഗ്യ പ്രശ്നം പറഞ്ഞ വ്യക്തിയില്ല, നിങ്ങൾ ഒരു വർഷം അവർക്ക് മെസ്സേജ് അയച്ചാൽ ഇതേ പറഞ്ഞുകൊണ്ടിരിക്കില്ല. ഞാൻ ആരെയും പറയുന്നില്ല കേട്ടോ, ആരെയും മനസ്സിൽ കണ്ടിച്ചല്ല. ഇത് എനിക്ക് കൂടുതൽ ആൾക്കാർ പരിചയമുള്ളതുകൊണ്ട് കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ടല്ല, ഞാൻ എല്ലാവർക്കും ഡെയിലി കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ഈ അസുഖങ്ങളും പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ വ്യക്തികളില്ലേ, 1 വർഷമോ 2 വർഷം കഴിഞ്ഞ് ഇതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല. നമ്മളെ മൈൻഡ് മുഴുവൻ അതാ, അസുഖം, സാമ്പത്തിക ബുദ്ധിമുട്ടും പരാതികളും മാത്രമേ അവർക്ക് ഉണ്ടാകത്തുള്ളൂ, മാറില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാനാണ്. നിങ്ങൾക്കുള്ള നമ്മളെ ഒരു സെഷനിൽ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ ഓരോരാളും പരാതികൾ നോട്ടിൽ എഴുതി വെക്കുക. എൻ്റെ പരാതി ഞാൻ നീതുവിന് കൊടുക്കുന്നു, നീതുവിൻ്റെ പരാതി ആദർശ് ഭായി കൊടുക്കുന്നു, ആദർശ് ഭായി പരാതി സുരേഷ് സാറിന് കൊടുക്കുന്നു. ഒരാളെ പരാതി നമ്മളെ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പെടും മറ്റുള്ളവർ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ പരാതി എനിക്ക് തന്നെ കൊടുക്കും, സാറേ ഇത് സാറിന് വെച്ചോ സാറേ, ഇതിനപ്പുറം ടെൻഷൻ നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല നിങ്ങൾ പറയും. സത്യസന്ധമായി ഞാൻ പറയും, ഇതിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസും ഏറ്റവും കൂടുതൽ ടെൻഷനും ഏറ്റവും കൂടുതൽ സ്ട്രഗിളുള്ള വ്യക്തി ഞാനേ ഉണ്ടാവുള്ളൂ. എൻ്റെ അത്ര പ്രോബ്ലം നിങ്ങൾക്ക് ആർക്കും ഇല്ല. പക്ഷെ ഞാൻ ചെയ്ത ഒറ്റ സൊല്യൂഷൻ ഇല്ല, ഈ സാധനം അങ്ങ് മാറ്റി വെച്ചിട്ട് 2 സൈഡിലേക്ക് മാറ്റി ഞാൻ ഒറ്റ ഫോക്കസാണ്, എനിക്കിതിൽ വിജയിച്ചേ പറ്റൂ. ഇതിൻ്റെ ഇടയിൽ എനിക്ക് വേറെ സംഭവമില്ല, ഒന്നും എനിക്കില്ല. ഇപ്പോൾ ഒരു പ്രശ്നങ്ങളില്ല, ഇടക്കിടക്ക് എൻ്റെ വൈഫ് തന്നെ എന്തെങ്കിലും പറയും, അതുപോലും മൈൻഡ് ആക്കത്തില്ല. മൈൻഡ് ആകുന്നത് അവരെന്തെല്ലാം പറയുന്നത് ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് വേണം ഇതിനകത്തോട് ഇതൊന്നും കയറത്തില്ല, ഇതെല്ലാം ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കും. അവർക്ക് മനസ്സിലായി ഇതിനകത്ത് ഏതൊരു സാധനത്തോട് വേദബോധിച്ച് പാതില പറഞ്ഞിട്ടില്ലേ, അതേ അവസ്ഥ എൻ്റെ ചെവിയിൽ ഇതൊന്നും കയറത്തില്ല. ഞാനിതാ ഈ സാധനം പിടിച്ച് നടക്കുന്ന ആളാണ്, 10 ലക്ഷം രൂപ, ഇതിനപ്പുറത്തല്ലാണ്ട് ഒരു റെസ്റ്റ് ചാർജ് എടുക്കത്തില്ല, അല്ലെങ്കിൽ ഞാൻ മരിക്കണം. അതിനപ്പുറം റെസ്റ്റ് എനിക്കില്ല. എൻ്റെ ചേച്ചി ഞാൻ തന്നെ ചോദിച്ചു, നീ എപ്പോഴാണ് റെസ്റ്റ് എടുക്കുക? ഞാൻ ആയിട്ടില്ല, എനിക്ക് റെസ്റ്റ് വേണ്ടെന്നാണ്. മനസ്സിലായില്ലേ? നമ്മൾ ഈ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രാരാബ്ദങ്ങളും പറയാതെ നമ്മളെ കയ്യിൽ നല്ലൊരു സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. ഈ ബിസിനസ്സിൽ വിജയിച്ച് മറ്റുള്ളവർ മുന്നിൽ വിജയിച്ച് കാണിക്കാൻ, നമ്മളിലേക്ക് ആൾക്കാർ വരാൻ, നമ്മൾ ആകർഷിച്ച് നമ്മൾ ആൾക്കാർക്ക് വരും. ആ ലെവലിലേക്ക് എത്താൻ സാധിക്കും ഈ ബിസിനസ്സിലൂടെ. അതിന് നിങ്ങൾ പ്രോബ്ലങ്ങളെ മാറ്റി നിർത്തൂ, അസുഖങ്ങളെ മാറ്റി നിർത്തൂ, അസുഖങ്ങൾ മറക്കും. നിങ്ങൾ വെസ്റ്റേജിൽ വന്ന ഒരു അസുഖം വരില്ലെന്ന് തെളിയിച്ച വ്യക്തി ഞാൻ. ഒരു മരുന്നും കഴിക്കാത്ര കാലമെന്നറിയാം, അസുഖം വരത്തില്ല നമ്മൾ പ്രോബ്ലം മറന്നാൽ. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ ഇന്ന് വരെ ഷുഗർ ചെക്ക് ചെയ്തില്ല, കൊളസ്ട്രോൾ ചെക്ക് ചെയ്തില്ല, ഒരു സാധനം ചെക്ക് ചെയ്തില്ല. എനിക്ക് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് പോലും അറിയത്തില്ല കേട്ടോ, സത്യസന്ധമായി എനിക്ക് ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴും ഞാൻ ഒരു ചെക്കപ്പും ചെയ്തിട്ടില്ല. ഇപ്പോഴും ഞാൻ അത് അഹങ്കാരത്തിൽ പറഞ്ഞല്ല, ഞാൻ അതൊന്നും മൈൻഡ് ആക്കത്തില്ല, ഒന്നും മൈൻഡ് ആക്കാതെ വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, എനിക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു പിടിക്കണം. അതിന് ദൈവമായിട്ടാണ് എനിക്ക് വെസ്റ്റേജിനെ പരിചയപ്പെടുത്തുന്നത്, ഞാൻ മനസ്സിലാക്കിയ വ്യക്തിയാണ്. നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങളെ ദൈവം തന്നെയാണ് വെസ്റ്റേജിൽ കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഓർഗനൈസേഷൻ കൊണ്ടുവന്നത്. അത് അങ്ങനെ തന്നെ പറയട്ടോ. വെസ്റ്റേജിൽ വന്നതുകൊണ്ട് എല്ലാവർക്കും വിജയിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റത്തില്ല. ഞാൻ ഇതും കൊണ്ടേ പോകുള്ളൂ, നമ്മുടെ ടീമിലെ പല ആൾക്കാർ ഇതും കൊണ്ടേ പോകത്തുള്ളൂ, ഈ ബിസിനസ്സും കൊണ്ടേ പോകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ട്രെയിനിൽ കയറി ഇരുന്നാൽ മതി. ക്ലിയർ ആകുന്നുണ്ടോ? വന്ദേ ഭാരതാണ് ഓടിക്കുന്നത്, സീറ്റ് മുഴുവൻ കാലിയാണ്, കുറേ ആൾക്കാർ ഇറങ്ങി പോകുന്നുണ്ടാവും, സീറ്റ് കാലിയായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മൾ ട്രെയിൻ എങ്ങനെയാണ് പോകുന്നത് അതേപോലെ അടുത്ത സ്റ്റേഷനിലേക്ക് കുറേ ആൾക്കാർ ബിസിനസ് കളഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. ഇത് നടക്കത്തിലാണെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ കുറേ ആൾക്കാർ ആ സീറ്റോട് കാലിയാണ്, കയറി ഇരുന്നാൽ മതി. മനസ്സിലാകുന്നല്ലോ? നിങ്ങൾ ഒരിക്കലും ഈ സീറ്റിൽ നിന്ന് എഴുന്നേക്കാതെ ഈ വന്ദേ ഭാരത് ഓടിക്കുന്ന അത്രയും ഫാസ്റ്റായിട്ട് പോകുന്ന നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ, ഡൽഹിയിലെത്താൻ കുറച്ച് മണിക്കൂർ വേണ്ടു. ഈ ഇതിൽ കയറിയിരിക്കുക, അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് പോകാൻ സാധിക്കും. പ്രോബ്ലങ്ങളെ മറക്കുക, സൊല്യൂഷനിലേക്ക് പോവുക. വിജയിക്കാൻ 100% സാധിക്കാൻ പറ്റുന്ന ഏറ്റവും വണ്ടർഫുൾ ആയ പ്ലാറ്റ്ഫോമാണ്. നെഗറ്റീവുകളെ മറികടക്കുക, പോകാൻ പറയുക.
വേണ്ടെങ്കിൽ വേണ്ട, നീ ചെയ്യേണ്ടടോ എന്ന് പറയാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടാവണം. നീ ചെയ്യേണ്ട വിട്ടേക്ക് എന്ന് പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ഇത് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് അവരോട് ഡയലോഗ് അടിച്ച് നിങ്ങൾ കിടന്ന് ഉറങ്ങിയേക്കരുത്. പിന്നെ അവർ കാണുന്നതും അവരെ മുഴുവൻ പ്രാർത്ഥന നിങ്ങൾ വിജയിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ആ പ്രാർത്ഥന നമുക്ക് കേൾക്കാൻ പാടില്ല. നമ്മളിത് വിജയിച്ച് കാണിച്ചു കൊടുക്കണം. വിജയിച്ച് കാണിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂ വർക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ പി വി ഹണ്ടിങ് ചിലപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവില്ല, എങ്കിലും പി വി ഹണ്ടിങ് വരാൻ നമ്മൾ കണ്ടിന്യൂ ജോയിനിങ്ങിലേക്ക് ആൾക്കാർ വരണം. കുറേ ജോയിനിങ് വരുമ്പോൾ മാത്രമേ, കുറച്ച് ആൾക്കാർ നമ്മൾ മെസ്സേജ് നോക്കത്തില്ല, കുറച്ച് ആൾക്കാർ കുറച്ച് പി വി പർച്ചേസ് ചെയ്യുന്നുണ്ടാവും, കുറച്ച് ആൾക്കാർ നല്ല പി വി പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. എവിടെ നിന്ന് മാറ്റി നമ്മൾ പി വി കയറിങ് വരുന്നുണ്ടോ? ഞാൻ നാളെ രാവിലെ മോർണിംഗ് CP ഒരു 300 PV ബെനിഫിറ്റ് ഒക്കെ പറഞ്ഞു തരാമെന്ന് വെച്ച് വെക്കാം. ഓക്കെ, രാവിലെ CP ഞാൻ തന്നെയായിരിക്കും. അപ്പോൾ 300 PV സർക്കിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് എങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാക്കി രാവിലെ പറഞ്ഞുതരാം. ഓക്കെ, പക്ഷെ നമ്മളെ കണ്ടിന്യൂ പ്രോസസ്സിലൂടെ നമുക്കത് എത്താൻ സാധിക്കുന്നുണ്ടാവും. PVയും വരുന്നുണ്ടാവും, എല്ലാം വരുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ തീവ്രമായി ആഗ്രഹിച്ച് നോക്കിയേ, ആർക്ക് വേണമെങ്കിലും നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുക, എനിക്ക് ബ്രോൺസ് പിടിക്കണം, അല്ലെങ്കിൽ എനിക്ക് സിൽവർ പിടിക്കണം, എനിക്ക് അടുത്ത പിന്ന് മാറണം, അല്ലെങ്കിൽ വരുമാനം സേഫ് ആക്കണം. ആ തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, ഡെയിലി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. പല ആൾക്കാരും ടീമൊന്നും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ ഇപ്പോഴേ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആവത്തില്ല ടീം, 2 വർഷം നോക്കി ആവത്തില്ല. നിങ്ങൾ ഫിക്സ് ചെയ്യൂ, ഈ മാസം ബ്രോൺസ് ഡയറക്ടർ ഞാൻ പിടിച്ചിരിക്കും എന്ന് വെച്ചാൽ ജോയിൻ ചെയ്ത വ്യക്തിയില്ല കേട്ടോ. ഇതിൽ ബിസിനസ്സിലുള്ള വ്യക്തികൾ 12% കഴിഞ്ഞ് 16% കഴിഞ്ഞ വ്യക്തികൾ ബ്രോൺസ് ഡയറക്ടർ ആവാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ റീക്വാളിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, സിൽവർ ഡയറക്ടർ വ്യക്തി ടീം ബിൽഡിംഗ് ബോണസ് ശ്രമിക്കുക. തീവ്രമായിട്ട് ആഗ്രഹിച്ച് നോക്കിയാൽ വന്നോളും. ഒരുപാട് ആൾക്കാർക്ക് ഇത് ഉദാഹരണമുണ്ട്. ആഗ്രഹിച്ചു കഴിഞ്ഞാൽ വിടരുത്. 15-ാം തീയതി ആകുമ്പോൾ 10-ാം തീയതി ആകുമ്പോൾ പറയാം, സാറേ ഈ മാസം ഇനി എന്തെങ്കിലും നടക്കുന്നത്, അടുത്ത മാസത്തേക്ക് മാറ്റി. ജാസ്മിയെ ഞാൻ വിടത്തില്ല കേട്ടോ, അടുത്ത മാസത്തേക്ക് മാറ്റിക്കുന്ന പരിപാടി ഈ മാസമില്ല. ഒരുപാട് ആൾക്കാരോട് ഞാൻ പറയും, നിങ്ങൾ ഒരു കാരണവശാലും ഒരു സാധനവും, നിങ്ങളെ ഒരു ക്വാളിഫിക്കേഷനും അടുത്ത മാസത്തേക്ക് മാറ്റി വെക്കരുത്. 1000 PV ഷോർട്ടേജസ് ഉണ്ട്. നിങ്ങൾ ക്വാളിഫിക്കേഷൻ 31-ാം തീയതി ആയോ, ഇന്ന് രാത്രി 12 മണി വരെ ഉള്ളൂ. നിങ്ങൾ അതുപോലും വിടരുത്, പ്രതീക്ഷ വിടരുത്. നീതി വിജയ് ഓക്കെ ആണോ? പ്രതീക്ഷ വിടരുത്. ലാസ്റ്റ് ക്വാളിഫിക്കേഷൻ ചെയ്ത് കണ്ടായിരുന്നു, വഴി വന്ന് കണ്ടായിരുന്നു, ഏത് വഴിക്കാണ് വന്നതല്ലേ. തീവ്രമായി ആഗ്രഹിക്കുക. 500 PV ഷോർട്ടേജസ് ആയിക്കോട്ടെ, 1000 PV ഷോർട്ടേജസ് ആയിക്കോട്ടെ. ഷാഹുൽ സാറിന് അറിയാം, അദ്ദേഹം സിൽവർ ഡയറക്ടർ ആയ ദിവസത്ത് രാത്രി 10 മണിക്ക് പോലും അദ്ദേഹത്തിന് 400-500 PV ഷോർട്ടേജസ് ഉണ്ടായിരുന്നു. 2 മണിക്കൂർ കയറി വന്ന PV. 1000 PV ഷോർട്ടേജസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ തീവ്രമായി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മാസം അത് ക്വാളിഫൈ ചെയ്ത് പറ്റുമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്തിക്കാൻ പറ്റും നമുക്ക്. പക്ഷെ ഇവിടെ ചില ആൾക്കാർ 5-ാം തീയതി ആകുമ്പോൾ ആരും സെൽഫി ചെയ്തിട്ട് സാറ് ഇനി ഈ മാസം നടക്കും, നമുക്ക് അടുത്ത മാസത്തേക്ക് മാറ്റി വെച്ചാലോ, അല്ലെ? ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനത് 100% ഗ്യാരണ്ടിയോടെ നിങ്ങൾ സിൽവർ ആക്കാൻ ബ്രോൺസ് ഡയറക്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ താഴെ ആകെ 3-4 ആൾക്കാരില്ല, അവർ പർച്ചേസും ചെയ്യത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാം? ഇവനെ വിട്ടിട്ട് മറ്റാളത്തേക്ക് പോയേക്കാം. എൻ്റെ പണി കുറച്ച് കുറയുള്ളൂ. നിങ്ങളാണ് എനിക്ക് പ്രചോദനം തരണ്ടേ, എന്നാലും അത് എത്തത്തുള്ളൂ. ജാസ്മിയൊക്കെ കഴിഞ്ഞ മാസം ബ്രോൺസ് ഡയറക്ടർ ആവേണ്ടതാണ്. അവരെ ഓൾറെഡി തീരുമാനിച്ച് ഈ മാസം വേണ്ട, അടുത്ത മാസത്തേക്ക് മാറ്റി വെച്ചിരിക്കുക. അത് അവരെന്നോട് ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കും, ഈ മാസം ആവത്തില്ല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം അവർ ബ്രോൺസ് ഡയറക്ടർ നല്ല ഇൻകം വാങ്ങിച്ചിട്ടുണ്ടോ. ക്ലിയർ ഉണ്ടോ? ഒരു കാരണവശാലും നിങ്ങൾ ഒരു ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഭൂമി കുലുങ്ങിയാൽ അത് കളയരുത്, അത് നേടണം. ജോസഫ് ഭായി ആഗ്രഹിക്കും, നിങ്ങൾക്ക് വാങ്ങിക്കേണ്ട സമയം കഴിഞ്ഞു. എൻ്റെ സൈഡിൽ നിന്ന് എന്ത് സപ്പോർട്ട് ഉണ്ട്, ഞാൻ കട്ടയ്ക്ക് കൂടി ഉണ്ടാവും. ആഗ്രഹിക്കുന്ന നിങ്ങൾ കണ്ടിന്യൂ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് നേടിയെടുക്കാൻ നോക്കൂ. കാരണം നിങ്ങളുടെയൊക്കെ ആവശ്യമാണ് ഈ ബിസിനസ്സിൽ, അത് ലെവൽ അച്ചീവ് ചെയ്യാൻ മുന്നോട്ട് പോകുന്നുള്ളത്. വരുമാനമൊക്കെ വന്നോളൂ, ഓട്ടോമാറ്റിക് വന്നോളൂ. അതിലേക്ക് ആഗ്രഹിക്കുക, തീവ്രമായി ആഗ്രഹിക്കുക. അൻസർ ഭായിയോട് ചോദിച്ചാൽ പറയും ഞാൻ എന്താ പറഞ്ഞില്ലേ. അദ്ദേഹത്തോട് ഞാൻ 26 കഴിഞ്ഞ മാസം 26 പറഞ്ഞു, 22-ന് മുന്നിൽ ബ്രോൺസ് ഡയറക്ടർ ആവണം. നിങ്ങൾ ചെയ്യുന്ന ഒറ്റ കാര്യം, ഈ അടുത്ത മാസം 22-ാം തീയതി വരെ ഡെയിലി എന്നോട് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചെയ്യുന്നുണ്ട്. മൊബൈൽ കംപ്ലൈൻ്റ് ആണെന്ന് വെച്ചാൽ വേറെ മൊബൈൽ വാങ്ങിച്ചിട്ട് അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആ മൊബൈൽ കംപ്ലൈൻ്റ് ആയ സമയത്ത് എനിക്ക് മെസ്സേജ്, സാറേ മൊബൈൽ കംപ്ലൈൻറ്റ് ഞാൻ നാളെ സംസാരിക്കാന്ന് വെച്ച് പോയിട്ടുണ്ട്. ആ കമ്മിറ്റ്മെൻറ്റ് അദ്ദേഹം ചെയ്യുന്നുണ്ട്. നിങ്ങളത് ആ ഒരു തീവ്രമായി ആഗ്രഹിക്കണം. അവസാന നിമിഷം വരെ, രാത്രി 12 മണി വരെ വിടരുത്. എൻ്റെ കയ്യിൽ ഒരുപാട് കാഞ്ഞ ബുദ്ധികളാണ്, ഞാൻ ആ സമയത്ത് എടുക്കുന്നത്. അല്ല, സുഷിതക്ക് അറിയില്ലേ, പല ആൾക്കാർക്കും അറിയാം. ആ സാധനം കയറി വരുന്നുണ്ടല്ലോ, അത് ആ സമയത്തേ വരുള്ളൂ, അവസാനത്തെ 2 മണിക്കൂറിൽ വരും. എന്തൊക്കെ സാധനം എനിക്ക് തന്നെ അറിയില്ല എവിടെ നിന്ന് കയറി വന്നില്ല. ഒരു പുകച്ചിലൊക്കെ ഉണ്ടാവുന്നത്, പുകച്ചിലും വെളിച്ചിലൊക്കെ സാധനം ആ സമയത്ത് കയറി വരും. നിങ്ങൾ വിട്ട് കഴിഞ്ഞാൽ ഞാനൊന്ന് വിടും. പണ്ടൊക്കെ 1-2 ആൾക്കാരെ കുഴപ്പമില്ല, ഇന്ന് ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. നിങ്ങൾ പല ആൾക്കാരും വിടുന്നത് കൊണ്ടാണ്.
അതുകൊണ്ട് ഈ മാസം ഒരുപാട് ഹയർ പിന്നുകൾ വരുന്നുണ്ട്, വലിയ വലിയ പിന്നുകൾ വരുന്നുണ്ട്, LOBകൾ വരുന്നുണ്ട്, നല്ല നല്ല വരുമാനം വരുന്നുണ്ട്. റിയാസ് ഖാനൊക്കെ സൗദി അറേബ്യ വരുന്നുണ്ട് 26,000 27,000 വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു ചെറിയൊരു വർക്കും കൂടി ചെയ്യുകയാണെങ്കിൽ 33,000 നിങ്ങൾ ഈ മാസം വരുമാനം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം മെസ്സേജ് കണ്ടത് 10-ാം തീയതിയാണ്, 31-ാം തീയതി അയച്ച മെസ്സേജാണ്. കാരണം അദ്ദേഹത്തിന് കമ്പനി അങ്ങനത്തെ വർക്കായതുകൊണ്ടും സൗദി അറേബ്യയിൽ ഒരു ഗുദാമിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വല്ലപ്പോഴും കൂടി മെസ്സേജ് നോക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വരുമാനം ഈ മാസം 33,000 രൂപയായിരുന്നു. കേൾക്കുന്നുണ്ടോ എല്ലാവരും? പറഞ്ഞു വരുമാനം ഞാൻ 33,000 രൂപയാണ് പറഞ്ഞിട്ടോ, 33 റുപ്യ അല്ല, 33,000 രൂപയുടെ കാര്യമാണ് പറഞ്ഞത്. ഇതെല്ലാം നമ്മുടെ ടീമിൽ നിന്ന് ആൾക്കാർ വാങ്ങിക്കുന്ന കേട്ടോ. അതെല്ലാം ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റിംഗ് ചെയ്യാൻ കണ്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീവ്രമായി ആ ആഗ്രഹം വിടാതെ വർക്ക് ചെയ്യുക കേട്ടോ. ഇതിൽ പുതിയ ആൾക്കാരായിക്കോട്ടെ, പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഈ മാസം ജോയിൻ ചെയ്തെത്തികൾ ഇന്ന് 13 ആയിട്ടുള്ളൂ, ഇനിയും കുറേ ദിവസം കിടക്കും. നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുക ഫാസ്റ്റ് സ്റ്റാർട്ട് 8%. പോസ്റ്റ് വേണം, ഫോട്ടോ വേണം, നിങ്ങളുടെ ഫോട്ടോ ഗ്രൂപ്പിൽ വരണം. അല്ല, ചില ആൾക്കാർ ചോദിക്കും, സാർ ഈ 300 PV ഇതൊന്നും സംഭവം എൻ്റെ പോസ്റ്റ് ഇതുപോലെ വരാൻ വല്ല വഴിയുണ്ടോ? വരാൻ സാധിക്കും, ചോദിക്കണം, നിങ്ങൾ അപ്ലോഡ്. എനിക്കും ഇതുപോലെ ഫോട്ടോ ഇടണം. ഫാസ്റ്റ് സ്റ്റാർട്ട് 8% 300 PV ക്ലബ്, ഇതിൽ എനിക്കും എൻ്റെ ഫോട്ടോ ഇടണം. ഞാൻ എന്താ വേണ്ടേ? അത് ചോദിക്കും നിങ്ങൾ പുതിയ ആൾക്കാർ കേട്ടോ. ആ രീതി ചിന്തിക്കുക. ഫാസ്റ്റ് സ്റ്റാർട്ട് 8% 12%, 16%, ബ്രോൺസ് ഡയറക്ടർ എല്ലാം ആവാൻ, സിൽവർ ഡയറക്ടർ, ഗോൾഡ് ഡയറക്ടർ എല്ലാം ആവാൻ നമുക്ക് സാധിക്കും. പക്ഷെ നിങ്ങൾ ആഗ്രഹം കളയാതിരിക്കൂ. ഓക്കെ ആണോ? ഏതെങ്കിലും ചെറിയ ചെറിയ പിന്നുകൾ അച്ചീവ് ചെയ്ത് ശ്രമിക്കാം. പിന്നുകൾ മാറണം, സ്ട്രക്ചർ വേണം നമുക്ക്, അതുപോലെ ടേൺ ഓവർ വേണം. ഈ 3 സാധനം, ഇതിൻ്റെ വലിയൊരു ഇൻകത്തിലേക്ക് പോകാൻ നമുക്ക് ടേൺ ഓവർ ഉണ്ടായാൽ മാത്രമേ വരുമാനം കിട്ടുള്ളൂ. ഇതിൻ്റെ ഷോർട്ട് കട്ട് ഞാൻ സലീം സാറിനോടും അതുപോലെ പുരുഷോത്തം ദാസിനൊക്കെ 22 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന സാറേ, നല്ലൊരു ഇൻകം കിട്ടണമെങ്കിൽ ഷോർട്ട് കട്ട് വെച്ചാൽ അദ്ദേഹം 3 വാക്ക് ടൈപ്പ് ചെയ്ത് അയച്ചു: ടേൺ ഓവർ, സ്ട്രക്ചർ, പിന്ന്. ഈ 3 സാധനം ഉണ്ടാക്കിയാൽ എത്ര ലക്ഷം വേണം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്? ഈ 3 സാധനം ഫോക്കസ് ചെയ്യുക. എന്താണ് ടേൺ ഓവർ? ടേൺ ഓവർ പറഞ്ഞാൽ നമ്മൾ കമ്പനിക്ക് ബിസിനസ് പോകണം. കുറേ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ബിസിനസ് നിങ്ങൾ ചെയ്തു, പക്ഷെ നിങ്ങൾ സ്ട്രക്ചർ ഇല്ലെങ്കിൽ വരുമാനം താഴെ ആരാണ് വർക്ക് ചെയ്ത് അവർക്ക് കിട്ടത്തുള്ളൂ. സ്ട്രക്ചർ ഇല്ലെങ്കിൽ അതാണ് നിങ്ങൾ പല ആൾക്കാർക്കും താഴെ വരുമാനമുള്ള മേലെ വരുമാനം പറഞ്ഞിട്ടില്ല. ഞാൻ ചില സമയത്ത് പറയാറില്ല, എന്നേക്കാളും വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന ആൾക്ക് താഴെ വരുന്നിട്ടില്ല. ഇന്ന് ജോയിൻ ചെയ്ത സതീഷിനും അല്ലെങ്കിൽ ബാബു ചേട്ടനും ആർക്ക് വേണമെങ്കിലും എന്നേക്കാളും വരുമാനം, ആർക്ക് വേണം സാധിക്കും, എന്നേക്കാളും വരുമാനം വാങ്ങിക്കാൻ സാധിക്കും. അതിന് കഴിവുള്ള കമ്പനിയാണ് ബെസ്റ്റ്. പണിയെടുക്കുന്നവർക്ക് വരുമാനം കൂടുതൽ കിട്ടും. അപ്പോൾ നമ്മൾ ഈ 3 ലെവലും വർക്ക് ചെയ്ത് കൊണ്ടുവരിക. ഏകദേശം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആയിട്ടുണ്ടാവോ? ഇനി ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കി തരാൻ വേണ്ടി ഞാൻ ഓപ്പൺ ആക്കി തരാം കേട്ടോ. ഞാൻ പറഞ്ഞ സുഷിത ചോദിച്ച കാര്യം ഏകദേശം കവർ ആയിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. എല്ലാ വല്ല ഗുണമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും എന്തെങ്കിലും ഒരു ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് ചോദിക്കണം. ഇങ്ങനെയൊന്നും വെസ്റ്റേജിൽ ആരും പ്ലാൻ ഒന്നും കേട്ടോ. നിങ്ങൾ എവിടെയും കേട്ടതില്ല കേട്ടോ. നിങ്ങൾ എവിടെയും കേട്ടില്ല ഇങ്ങനത്തെ സെഷൻ. അവിടെ ഒറ്റ മോട്ടിവേഷനേ ഉള്ളൂ. മോട്ടിവേഷൻ മാത്രമേ ഉള്ളൂ. ഈ മോട്ടിവേഷൻ വീട്ടിൽ കൊണ്ടുവച്ചാൽ പൈസ കിട്ടില്ല. അത് ആക്ടിവേഷൻ ആക്കുന്ന എങ്ങനെയെന്ന് പറഞ്ഞു കൊടുക്കണം. അത് എവിടെയും കേൾക്കില്ല, ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും വേണോ? പുതുതായി ജോയിൻ ചെയ്ത ആൾക്കാർക്ക് എന്തെങ്കിലും ക്ലാരിറ്റി വേണം. ആദ്യമായിട്ടൊക്കെ ബിസിനസ് കേൾക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറുതെങ്കിലും വിശ്വാസം തോന്നുന്നുണ്ടോ സുഹൃത്തുക്കളെ? 132 പേര് എനിക്കൊന്ന് കുറേ പുതിയ ആൾക്കാരുണ്ട്. എവിടെയും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടത്തില്ല കേട്ടോ. എല്ലാവരും നല്ല മോട്ടിവേഷനെ തരത്തുള്ളൂ. മോട്ടിവേഷൻ തന്ന എനർജി തന്നൊരു പോക്ക് പോകും. അതാണ് വലിയ വലിയ ക്ലാസ്സുകൾ, വലിയ വലിയ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ആൾക്കാർ എനർജിയിലേക്ക് പോകുന്നത്. ഓക്കെ, എന്തെങ്കിലും ആർക്കും ചോദിക്കണം. 5 മിനിറ്റ് അപ്പുറം എന്തെങ്കിലും ചോദിക്കണം ആർക്കും? വേണ്ടേ? ഞാൻ ഈ പറഞ്ഞ കാര്യം എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ? അല്ല ചാർജ് മോട്ടിവേഷൻ ആയി മാറിയോ? ഞാൻ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സബീര, ഞാൻ നേരത്തെ പറഞ്ഞ സബീന, ഇത് ഫുൾ ടൈം വെസ്റ്റേജ് കേട്ടോ. ജോയിൻ ചെയ്ത് 1 മാസമായിരുന്നു. എൻ്റെ വീടിൻ്റെ അയൽവക്കത്ത് പോലും പ്ലാൻ കാണിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ കാണിക്കും എനിക്കറിയത്തില്ല. അത്രയ്ക്ക് കമ്മിറ്റഡ് ആണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കി അവർ രാവിലെ എഴുന്നേക്കും, CP കാണും, അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ കാര്യം ഉണ്ടാക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വെസ്റ്റേജ്, മുഴുവൻ വെസ്റ്റേജ്, ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുക, നമ്മൾ ജോലി ചെയ്യുന്ന രീതിയിൽ ചിന്തിക്കും. ഞാൻ ആ മേഡത്തിന്റെ പേര് വിളിക്കാൻ കാരണം അവർ കമ്മിറ്റഡ് ആണ്.
ഞാൻ ഒറ്റ കാര്യം, ഈ വർക്ക് നിങ്ങൾ ഒരു 3 വർഷം ചെയ്തു കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട, വേറെ ഒന്നും ചെയ്യണ്ട തന്നെ പറയും. 3 വർഷം ഈ ആക്ടിവിറ്റി നിർത്താതെ ചെയ്ത് നോക്കൂ, പൈസയൊക്കെ വന്നോളും. അതിൻ്റെ ഇടയിൽ വന്ന് വരുമാനം നോക്കണ്ട. കഴിഞ്ഞ മാസം അവർ ജോയിൻ ചെയ്തിട്ടുള്ളൂ. അവരെനിക്കൊരു വോയിസ് മെസ്സേജ്, ഞാൻ ഗ്രൂപ്പിൽ പല ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ചെറിയ വർക്കേ ചെയ്തിട്ടുള്ളൂ, ഏകദേശം 2000 രൂപ അവർക്ക് കിട്ടിയിട്ടുണ്ട് പല രീതികളായിട്ട്. അല്ല സബീന, കിട്ടിയില്ല? ഏകദേശം 2000 രൂപ അവർക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടി 2000-ന് മേലെ കിട്ടി. കഴിഞ്ഞ മാസം ബിസിനസ് ജോയിൻ ചെയ്ത ആൾക്കാർ ഇവിടെ 1 വർഷമായിട്ട് 500 രൂപ കിട്ടാത്ത ആൾക്കാരുണ്ട്. 1 വർഷമായിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. 2000 രൂപ കിട്ടി. എങ്ങനെ കിട്ടി? ഞാൻ ഒന്നും പഠിപ്പിച്ചില്ല അവരെ. നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് അത് ചെയ്തു. ആർക്ക് വേണമെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ആ 2000 രൂപ ഉണ്ടാക്കി എങ്ങനെ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരും. എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്തു. ഇനി എല്ലാവരും വിളിച്ചേക്കല്ലോ കേട്ടോ. അതുകൊണ്ട് ഞാൻ കോമൺ ആയിട്ട് വോയിസ് മെസ്സേജ് അയച്ചു നോക്കും. ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റും. ഇത് എങ്ങനെ കേട്ട് 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 എനിക്ക് ആരും വരുന്നില്ല സാറേ, എനിക്ക് ആരും ഞാൻ പറഞ്ഞു ഞാൻ കേൾക്കുന്നു സാറേ, പ്ലാൻ കേട്ടവർക്ക് ഐഡിയ എടുത്ത് പോയി പിന്നെ ഇത് എന്നാ പരാതി ബോക്സുമായിട്ട് ഇങ്ങനെ തല പിടിച്ച് നടക്കുക. നിങ്ങൾ ആദ്യം ആ തലയിലുള്ള ചാക്കില്ലേ, നെഗറ്റീവിന്റെ ചാക്ക്, അത് എവിടെയെങ്കിലും കെട്ടി മാറ്റി വെക്ക്. എനിക്ക് കംപ്ലീറ്റ് എടുത്ത് കള, എന്നിട്ട് പോസിറ്റീവ് വർക്ക് ചെയ്യും. ഇതിനകത്ത് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന അവസരം ഉണ്ടാകുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കേട്ടോ. 1 മാസം കൊണ്ടാണ് അവരെ നേടിയിരിക്കണേ. നല്ല അത് ഈ ബിസിനസ് വേറെ പ്രത്യേകതയോ, ഈ സാധനങ്ങൾ കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരല്ലേ, അവർക്ക് ജോയിനിങ് നടക്കാറില്ല. ശരിക്കും ജോയിനിങ് നടക്കുന്ന ആൾക്കാർ കസ്റ്റമർ ഉണ്ടാവാറില്ല. അങ്ങനെ എൻ്റെ മനസ്സിൽ ഞാൻ കളഞ്ഞു. അതെല്ലാം തിരുത്തിയുള്ള സബീന. കസ്റ്റമറുണ്ട്, ജോയിനിങ് ഉണ്ട്, കസ്റ്റമറുണ്ട്, ജോയിനിങ്. അതെന്തുകൊണ്ടാണ് കണ്ടിന്യൂ വർക്ക് ചെയ്യുക. കസ്റ്റമർക്കും ഫോക്കസ് ചെയ്യും, നെറ്റ്വർക്കും ഫോക്കസ് ചെയ്യും, രണ്ട് ഫോക്കസ് ഇതുപോലെ ചെയ്യണം. സാറേ ഇത് പർച്ചേസ് ചെയ്തതിനു ശേഷമാണോ ജോയിനിങ്? അതല്ലെങ്കിൽ ഇത് നമ്മുടെ എറണാകുളത്താണ്, ഞാൻ അപ്പൊ എടപ്പള്ളിയാണല്ലോ, അപ്പൊ എനിക്ക് എറണാകുളത്ത് പോയിട്ടാണോ ഞാൻ കളക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുകൂടി ഒന്ന്. എറണാകുളത്ത് നമ്മൾ പത്മ ജംഗ്ഷനിൽ ഗോവർദ്ധൻ ബിൽഡിംഗ് നമ്മുടെ ഓഫീസുണ്ട്. ഗഫൂർ ഖാന്റെ ഐഡി എടുത്ത് നേരെ പോയി സാധനം എന്താ വാങ്ങിച്ചു മതി. അത് മ്യൂട്ടായി. എവിടെയായിട്ടാണ് സാറേ? പത്മ ജംഗ്ഷൻ. പത്മ ജംഗ്ഷൻ. ഓക്കെ. പത്മ പഴയ NCC ക്വാർട്ടേഴ്സിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഗോവർദ്ധൻ ബിൽഡിംഗ്. ഓക്കെ ഓക്കെ. അതിന്റെ ഒരു ഓക്കെ ശരി, ഞാൻ നോക്കാം. സുഷിതയുടെ ടീമിലല്ലേ ഗഫൂർ ഖാൻ? അതെ 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 അതെ. സുഷിത മേഡം ലൊക്കേഷൻ അയച്ചിരും, അഡ്രസ് അയച്ചിരും. അവിടെ ഓക്കെ ശരി. എപ്പോഴാ പോകേണ്ടത് വേണമെങ്കിൽ അവിടെ മീറ്റിംഗ് നടക്കുന്ന ദിവസം പോയാൽ, അപ്പൊ അവിടെ ക്ലാസ്സുകളുടെ ദിവസം പോയാൽ, അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ആരെങ്കിലും ട്രെയിനിങ്ങിനും കിട്ടുമോ? എനിക്ക് ഏകദേശം പുറത്തിറങ്ങാൻ ടൈമിന് ഞാൻ പൊക്കോളാം എറണാകുളത്ത്. ഓക്കെ ഓക്കെ. ചിറ്റൂർ റോഡിലാണ്. ചിറ്റൂർ റോഡ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണം? ഓക്കെ, ഒന്നുമില്ല. മടി കൊണ്ടായില്ലേ? എന്തെങ്കിലും ചോദിക്കുന്ന വിചാരിച്ചത്, ആരും ചോദിച്ചിട്ടില്ല. എന്തെങ്കിലും കവറാണ്? സുരേഷോ എന്തെങ്കിലും സൃഷ്ടി എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും ആഡ് ആക്കാനുണ്ടോ? കഴിഞ്ഞു, നമ്മുടെ സെഷൻ കഴിഞ്ഞു. എന്തെങ്കിലും ഞാൻ ആഡ് ചെയ്യണോ? നീതു എന്തെങ്കിലും ആഡ് ചെയ്യണോ? ആർക്കെങ്കിലും പറയാം. സെഷൻ ഓക്കെയാണ് സാർ. ഇത് എങ്ങനെ പ്രാവർത്തികമാക്കും എന്നുള്ള ഒരു ചിന്താധാരയിലായിരിക്കും എല്ലാവരും. ഇത് സാർ എങ്ങനെ ആക്കി എടുക്കും എന്നുള്ളൊരു ചിന്തയിലായിരിക്കും. അതിന് വേറെ ഒന്നും ചെയ്യേണ്ട. നമ്മൾ നാളെ മുതൽ CP അറ്റൻഡ് ചെയ്യുക, കണ്ടിന്യൂസ് വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സാർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഈ ഒരു ബിസിനസ്സിൽ ട്രസ്റ്റ് വേണം, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആക്ഷൻ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ വളരെ പതിയെ പോവുകയാണെങ്കിൽ തന്നെയും നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുന്നു. വളരെ നമുക്ക് ഒരുപാട് എന്താ പറയാ, അങ്ങനെ വിജയിച്ചു വന്ന ലീഡേഴ്സ് ഉണ്ട്, ഒരുപാട് പെട്ടെന്ന് തന്നെ വരുമാനം വാങ്ങിച്ചിട്ടുള്ള വ്യക്തികളുണ്ട്. അപ്പൊ എല്ലാവരും ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബിസിനസ്സിൽ വിശ്വസിച്ചു, അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ഷനിലൂടെ, അപ്ലൈൻ കണക്ടിവിറ്റിയിലൂടെ ഒക്കെ മുന്നോട്ട് പോയി എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോ സാറിനുള്ള നന്ദി നമുക്ക് ഈ ചാറ്റ് ബോക്സിലൂടെ അറിയിക്കാം. സാറ് സംസാരിച്ച് 1 മണിക്കൂർ വാതോരാതെ സംസാരിച്ചത് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഊർജം തന്നെയാണ്, അദ്ദേഹത്തിന്റെ ചെക്കിന്റെ വലുപ്പം തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയധികം ഈ ഒരു 3 സെഷനും നമ്മൾക്ക് വേണ്ടി സൂമില് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ അദ്ദേഹം വെറുതെ ഇരിക്കുകയല്ല. എല്ലാവർക്കും അറിയാം, പേഴ്സണലി ഒരുപാട് വ്യക്തികളോട് സംസാരിക്കുന്നു,
നമ്മളെല്ലാം നമ്മുടെ മീറ്റിംഗിൽ വരുന്ന ആളുകളുടെ ഒക്കെ നമ്പേഴ്സ് സാറിന് ഇട്ട് കൊടുക്കുന്നുണ്ടാവും അല്ലെ? സാർ അവരോടൊക്കെ സംസാരിച്ച് നമ്മൾക്ക് ഒരു ടീം ഡെവലപ്പ് ചെയ്യാനായിട്ട് അത്രയും കമ്മിറ്റഡ് ആയിട്ട് നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു ലീഡറാണ്. അപ്പൊ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. സാർ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു കാഞ്ഞ ബുദ്ധിയുള്ള വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിനോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. 100% വിജയിച്ചിട്ടുള്ള വ്യക്തികളാണ് ഇപ്പൊ നമ്മളോടൊപ്പം നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും. അതുപോലെ സാർ പറഞ്ഞ പോലെ തന്നെ പ്രയോറിറ്റി, ഒരു ബിസിനസ്സിന് അത്രയധികം പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ ഈ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന ആ ഒരു പ്രയോറിറ്റിയോട് കൂടി തന്നെ ബിസിനസ് ചെയ്യുക. നിങ്ങളുടെ ജോലി എന്തുമായിക്കോട്ടെ, വീട്ടമ്മയായിക്കോട്ടെ, ജോലി ചെയ്യുന്ന വ്യക്തികളായിക്കോട്ടെ, അതിനുശേഷം കഴിഞ്ഞു കിട്ടുന്ന കുറച്ച് സമയം, നിങ്ങളുടെ തിരക്കുകളെല്ലാം മാറ്റി കിട്ടുന്ന ഒരു സമയം ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇപ്പോൾ മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത വിദേശത്തുള്ള വ്യക്തികൾ റെക്കോർഡഡ് സെഷൻ നിങ്ങളുടെ ലീഡേഴ്സിന്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ലീഡേഴ്സിനോട് ചോദിച്ചു വാങ്ങി അത് സെഷൻ കേൾക്കുക. അതുപോലെ തന്നെ, കാരണം സെഷൻസ് കേൾക്കാതെ നമുക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ നമുക്കൊന്നും ഇതിലൊരു ബിസിനസ്സിൽ വിജയിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവുന്നില്ല. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആക്ഷൻ, അതുപോലെ സാർ പറഞ്ഞ പോലെ തന്നെ തീവ്രമായിട്ടുള്ള ആഗ്രഹം, തീവ്രമായി ആഗ്രഹിച്ചാൽ എന്തും നടക്കും. പിന്നെ സാർ പറഞ്ഞു നിർത്തിയ ഒരു കാര്യമുണ്ട്, PV ഹണ്ടിങ് എന്ന് പറയുന്നത് അല്ലെ? PV ഹണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മള് ഒരുപാട് ജോയിനിങ്സ് വരുമ്പോൾ സാധാരണ നമ്മൾ ഹണ്ട് ചെയ്തില്ലെങ്കിൽ കൂടെ നമ്മൾക്കുള്ള ഫുഡ് അല്ലെങ്കിൽ നമുക്കുള്ള ആ ഒരു കാര്യം നമ്മളിലേക്ക് തന്നെ വരുന്നുണ്ടാവും. ഇപ്പോ ഒരു പൂമ്പാറ്റയെ പിടിച്ച് നമ്മുടെ ഒരു കൂട്ടിനുള്ളിൽ അല്ലെങ്കിൽ നമ്മളോട് അടുത്ത് നിർത്തി കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ പറന്നു പോകും. പക്ഷെ നമ്മളൊരു പൂന്തോട്ടം നിർമ്മിക്കുകയാണെങ്കിലോ ഒരുപാട് പൂമ്പാറ്റകൾ നമ്മളിലേക്ക് തന്നെ വരുന്നുണ്ടാവും അല്ലെ? അപ്പൊ നമ്മൾ അതിനായിട്ട് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുക. വെസ്റ്റീജ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക. വെസ്റ്റീജിനെ കുറിച്ചിട്ട് എപ്പോഴും പഠിക്കാനായിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മൾ ഒരു 100% വെസ്റ്റീജിനായിട്ട് മാറുമ്പോൾ നമ്മളിലേക്ക് തന്നെ ഈ ഒരു ബിസിനസ് കടന്നു വരുന്നുണ്ടാവും. എല്ലാവർക്കും വലിയ ഇൻകം ലെവൽസ് ഈ ഒരു 2026 എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ വലിയ ഒരു ഇൻകം ലെവലും വലിയൊരു നെറ്റ്വർക്ക് ക്രിയേഷനും ഒക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നേടിയെടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ഈ ഒരു സെഷൻ ചെയ്തതിന് സാറിന് ബിഗ് താങ്ക്സ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഈ ഒരു മോട്ടിവേഷനിലൂടെ അത് ആക്ടിവേഷൻ ആയിട്ട് നാളെ തുടങ്ങി നല്ലൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. വിഷ് യു വെൽത്ത് ആൻഡ് താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.